Hallelujah.
യേശുവിന്റെ നാമത്തിൽ പ്രാകാരത്തിൽ ആരാധനക്കാരൻ യാഗപീഠത്തിന്റെ മേലിരിക്കുന്ന തന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കൊണ്ടുവന്ന മൃഗത്തിന്റെ മാംസം കത്തിയമർന്ന് അത് ചാമ്പലായി മാറുന്ന സമയം വരെ ആരാധനക്കാരൻ അതിന്റെ മുൻപിൽ നിലവിളിയോടെ നിൽക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് ഹൃദയത്തെ ഒന്ന് തുറന്ന് കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു യാഗമായി ഞാൻ നിന്നെ സമർപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മാംസപിണ്ഡം എപ്പോ കത്തിച്ചാമ്പലായി താഴെ വീഴുന്നോ അന്നേരം മാത്രമേ അവന്റെ ആരാധന നിൽക്കത്തുള്ളൂ. അന്നേരം മാത്രമേ അവന്റെ ഹൃദയം സന്തോഷിക്കത്തുള്ളൂ. കാരണം എന്റെ പാപത്തിന് ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ ആകേണ്ട സ്ഥാനത്ത് ആമേൻ ഹല്ലേലൂയ ഒരു മൃഗം ആമേൻ എനിക്ക് വേണ്ടി ഒരു ചാരമായി മാറിയതിനായി ഞാൻ നന്ദി പറയുന്നു കർത്താവേ. ആരാധന, അതാ ആരാധന. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പാപത്തിന്റെ പരിഹാരത്തിനായി കൊണ്ടുവരുന്ന ആട്ടുകൊറ്റന്റെ കാലും കൈയും കെട്ടപ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ അതറിയുന്നില്ല എന്തിനാണെന്ന്. ആമേൻ എന്തിനാണെന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് അറിയുന്നില്ല. പുരോഹിതൻ അതിനെ പ്രാർത്ഥിച്ച് ആമേൻ ഹല്ലേലൂയ അതിന്റെ കഴുത്തിറക്കുന്നവന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോഴെന്ന് അറിയുന്നില്ല. ആമേൻ ഹല്ലേലൂയ മറ്റൊരുവന്റെ ഹല്ലേലൂയ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണെന്ന് അതിനറിയുന്നില്ല. ഓ ജീസസ് ഹല്ലേലൂയ. ആമേൻ. നീ അതൊന്നോർത്താൽ നമ്മളതൊന്ന് ഓർത്താൽ അടങ്ങിയിരിക്കത്തില്ല ദൈവമക്കളെ, മൗനമായിരിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അറിയാതെ നിന്റെ ഹൃദയം ഉരുകും. നീ അറിയാതെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തു വരും. ജീസസ് ഹല്ലേലൂയ. നീ അറിയാതെ നിന്റെ മൺകുടമാകുന്ന ശരീരമുടയും. അകത്തളങ്ങളിലെ കൈത്തിരി കത്തും യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ് ഹല്ലേലൂയ. ഇന്ന് രാത്രികാല കർത്താവേ അങ്ങനൊരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചടങ്ങല്ല, ഒരു ചടങ്ങല്ല, ഒരു ചടങ്ങല്ല. അങ്ങയ്ക്ക് പ്രസാദമായി മാറണം, അങ്ങയ്ക്ക് പ്രസാദമായി മാറണം, അങ്ങയ്ക്ക് പ്രസാദമായി മാറണം കർത്താവ്. ഇന്ന് രാത്രികാലം ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. സ്വർഗം ക്ഷമിക്കണമേ, ഞങ്ങളോട് മനസ്സറിയണമേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പരസ്പരം പ്രാർത്ഥിക്കുമ്പോ ഞങ്ങളുടെ ആരുടെയും കുറവുകൾ, ഞങ്ങളുടെ ആരുടെയും ബലഹീനതകൾ മറ്റുള്ളവർക്ക് അത് വിടുതൽ തടസ്സമായി നിൽക്കല്ലേ കർത്താവേ. ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ ഉടയ്ക്കുകയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ ആത്മാർത്ഥതയോടെ സ്തോത്രം പറഞ്ഞു. ജീസസ്, ഓ ജീസസ്, ഓ ജീസസിന്റെ നാമത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ കർത്താവെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ ഹൃദയം കത്തണമെന്ന്, ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ
അടുത്ത കുടുംബങ്ങൾ കത്തണമേ കർത്താവ്. ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് കയറാൻ, ഒരു ദൈവിക വിടുതലിലേക്ക് കയറാൻ, ഒരു പുതിയ നിയോഗത്തിലേക്ക് കയറി വരാൻ. ഇന്ന് രാത്രി കാലം നമ്മളോടൊപ്പമായിരിക്കുന്ന സുരേന്ദ്രൻ ഭാഷക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഒരു വലിയ മാറ്റം, ആമേൻ, ശുശ്രൂഷകളിൽ മാറ്റം, ഭവനത്തിൽ മാറ്റം. ഹല്ലേലൂയ. തന്റെ ശരീരത്തിൽ, ആമേൻ, ആരോഗ്യത്തിന് മാറ്റം. ഇത് രാത്രി കാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവന്റെ, ആമേൻ, 6 ലക്ഷത്തിൽ പരം ജനത്തിന്റെ ഇടയിൽ ആരും രോഗികളായി കണ്ടില്ല, ആരും തീരാവ്യാധികളായി കണ്ടില്ല. ഇന്ന് രാത്രി കാലം, ആമേൻ, തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ കുഞ്ഞുങ്ങളെയും സ്വർഗ്ഗം അനുഗ്രഹിക്കേണ്ടതിന്, തന്റെ ശുശ്രൂഷകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കേണ്ടതിന്, പുതിയ കൃപയുടെ അനുഭവങ്ങളെ കർത്താവ് കൈമാറേണ്ടതിന് ഇന്ന് രാത്രി കാലം ഒന്ന് പ്രാർത്ഥിച്ചാണ്. നമ്മുടെ ഒപ്പമായിരിക്കുന്ന പത്രോസാനായി ശുശ്രൂഷ ചെയ്താണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. വാർഷിക സമയത്തും കർത്താവ് ആരോഗ്യത്തോടെ, ബലത്തോടെ, ആമേൻ, ഈ ഭൂമി കർത്താവ് കൊടുത്തിരിക്കുന്ന ആയുസ്സിനായി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ഇന്നലെ കൂടെ ഞങ്ങളുടെ ദേശത്ത്, ആമേൻ, തൊഴിലുറപ്പിന് വന്ന ഒരു പ്രിയമായ പിതാവ്, ആമേൻ, ഉച്ചവരെയും, ആമേൻ, ജോലി ചെയ്തതാണ്. പക്ഷേ ഉച്ച കഴിഞ്ഞ് താൻ ആഹാരം കഴിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ, ആമേൻ, അപ്രത്യക്ഷമായി പെട്ടെന്ന് തനിക്ക് അറ്റാക്ക് വരാനിടയായി തോന്നി. പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ അവിടെ എടുക്കാനിടയായി തീർന്നില്ല. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ IC കിടക്കുകയാണ്. ഇന്ന് രാത്രി കാലം യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, കർത്താവേ, നീ കൊടുത്ത ബലത്തിനായി സ്തോത്രം, നീ കൊടുത്ത പ്രത്യാശയ്ക്കായി സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതി ബലത്തിൽ. ഇന്ന് രാത്രി കാലം ആ പ്രിയ ഹല്ലേലൂയ അച്ഛനെ ഓർത്ത് സ്തോത്രം ചെയ്താണ്. തന്റെ സമപ്രായക്കാരുടെ മധ്യയിൽ ഇത്രത്തോളം ക്ഷേമത്തോടെ, ഒന്നുമില്ലായ്മയിൽ സകലതുമുള്ളവനെ പോലെ കർത്താവ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ഒന്നും ഉണ്ടായിട്ടല്ല, ആമേൻ, ഹല്ലേലൂയ, കരങ്ങൾ നിറഞ്ഞിട്ടല്ല, എങ്കിലും ഒന്നുമില്ലാത്ത ശൂന്യതയിലും സകലതുമുള്ളവനെ പോലെ നടത്തുന്ന ദൈവത്തെ ഇന്ന് രാത്രി കാലം സ്തുതിച്ചാട്ടെ. ആ കുടുംബത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ മാമയ്ക്കായി സ്തോത്രം ചെയ്യാം. ദാനമായി കൊടുത്ത തലമുറകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. അവരുടെ ഭാവികൾ, അവരുടെ ആരോഗ്യം, അവരുടെ ഭൗതിക ജീവിതത്തിന്റെ മേലുകൾ ഒക്കെ അനുഗ്രഹിക്കപ്പെടാനാണ് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം നമ്മുടെ കൂടെ ആയിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ, ആമേൻ, കർത്താവേ, വാർഷിക സമയത്തകത്തളങ്ങളിൽ കൊടുത്തിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്ക എന്റെ കർത്താവേ എനിക്ക് ആരാധിക്കണം, എന്റെ കർത്താവിനെ എനിക്ക് മഹത്വപ്പെടുത്തണമെന്നുള്ള അകത്തളങ്ങളിൽ കൊടുത്ത വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം പറഞ്ഞാൽ അനേകരെ ആഗ്രഹിച്ചിട്ടും, ആമേൻ, ഹല്ലേലൂയ, അനേകരെ താല്പര്യപ്പെട്ടിട്ടും ജീവിതത്തിൽ കിട്ടാത്ത മഹാഭാഗ്യം സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്താണ്. തന്റെ കുടുംബത്തിനായി, തന്റെ കുഞ്ഞുങ്ങൾക്കായി, തന്റെ ഭവനത്തിനായി, തന്റെ ആരോഗ്യത്തിനായി നമുക്ക് സ്തോത്രം. രാത്രി കാലം നമ്മുടെ ഒപ്പമായിരിക്കുന്ന അപ്പച്ചനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, കർത്താവ് കൊടുത്തിരിക്കുന്ന വലിയ കാഴ്ചപ്പാടിനായി സ്തോത്രം ചെയ്യും. ആമേൻ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, ആമേൻ, ഹല്ലേലൂയ, വേദനകളും കഷ്ടതകളും നിരാശകളും ഒക്കെ ജീവിതത്തിൽ, ആമേൻ, ഒരു തിരമാല പോലെ ആഞ്ഞടിക്കുമ്പോഴും, ആമേൻ, യേശുവിനെ കൈവിടാതെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവൻ കണ്ടയ നാളിലെ പ്രത്യാശയോട് ഇന്നും നിൽക്കാൻ സ്വർഗത്തിന് ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. തന്റെ ഭവനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം.
ആ ഭവനത്തിന്റെ പണികാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആ ഭവനം അവിടെ ഉയരുമെന്ന് പറഞ്ഞ് ആമേൻ ഒരു മനോഹര ഭവനമാവുക ഭൂമിയിൽ പണിയരുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില വെല്ലുവിളിയുടെ ശക്തികൾ ഇന്ന് രാത്രികാലം വിട്ടുമാറേണ്ടതിന് ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ രക്തത്താലും വചനത്താലും നിങ്ങൾ ജയമെടുക്കുകയാണ്. ഒരു വെല്ലുവിളികളും ഒരു തടസ്സങ്ങളും അതിന് മേലിൽ കർത്താവിനെ വെല്ലുവിളിച്ച് നിൽക്കരുതോ. ഇന്ന് രാത്രികാലം അതിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മാതാവിനായി നമുക്ക് ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ സ്വസ്ഥതയും സമാധാനവും കൊടുക്കട്ടെ. രാത്രികാലം നമ്മുടെ ഒപ്പമായിരിക്കുന്ന ജോൺസൺ ബ്രദറിനായി സ്തോത്രം ചെയ്യുക. ഈ പ്രാർത്ഥനകൾ തന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. തന്റെ ആത്മീക ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടിന് കാരണമായി മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു സന്ദർശിച്ചവനും ക്രിസ്തുവിലേക്ക് ഇറങ്ങിച്ചെന്നവനും അവൻ പുതിയ സൃഷ്ടിയായി മാറിയെന്ന് ദൈവവചനം പറയുന്നത് പോലെ ഇന്ന് രാത്രികാലം ജനം പറയട്ടെ, അവൻ ഇവരൊരു പുതിയ സൃഷ്ടിയാണെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവേ അവൻ ഈ നാളുകളിൽ ഒരു വലിയ ദൈവപ്രവൃത്തി തന്റെ ജീവിതത്തിൽ, തന്റെ ഭവനത്തിൽ, തന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ, തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരേണ്ടത് നമുക്ക് തന്റെ ഭവനത്തിന്റെ പണികാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു തടസ്സങ്ങൾ കൂടാതെ ആമേൻ എത്രയും പെട്ടെന്ന് അതിന്റെ പണികാര്യങ്ങൾ പൂർത്തീകരിച്ച് അതിനകത്തളങ്ങളിൽ അവർക്ക് പാർക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം കൊടുക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം. രാത്രികാലം നമ്മളോടൊപ്പമായിരിക്കും. നമുക്ക് ബ്രദറിനായി സ്തോത്രം ചെയ്യാം. ആമേൻ. തന്റെ ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. തന്റെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. ഇത് രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. അവനെ തൊട്ടവരും വിടുവിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആ പ്രിയപ്പെട്ടവളെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. മാസം തോറും ഹോസ്പിറ്റലിൽ കടന്നുപോയി ആമേൻ ഭൗതിക നന്മകൾ നഷ്ടപ്പെട്ടു പോകാനല്ല. ഇന്ന് രാത്രികാലം ആമേൻ വിടുവിക്കുന്നവൻ, ആമേൻ ബലപ്പെടുത്തുന്നവൻ, ആമേൻ ഹല്ലേലൂയ രോഗശാന്തി പകരുന്നവൻ ഇന്ന് രാത്രികാലം ആ ഭവനത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതിന് തന്റെ ഉള്ളകാലം മുതൽ ഉച്ചവരെയും അവന്റെ കരമെന്ന് തൊടേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും കർത്താവേ ഹോസ്പിറ്റലിൽ ഹല്ലേലൂയ തന്റെ അധ്വാന നന്മകൾ ഹോസ്പിറ്റലിൽ ആമേൻ കൊണ്ടുപോയി കൊടുക്കാൻ ഇടവരരുത്. തന്റെ അധ്വാനപരം അവൻ താൻ തന്നെ കഴിക്കാൻ സ്വർഗത്തിലെയും അവസരം ഒരുക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമ്മുടെ ഒപ്പമായിരിക്കുന്ന രാജവസ്ത്രനായി സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം ആമേൻ ശാരീരികമായി വളരെ ഭാരത്തോടും പ്രയാസത്തോടുമായി കാലിന്റെ അസ്വസ്ഥത, ശരീരത്തിലുള്ള അസ്വസ്ഥത ഇന്ന് രാത്രികാലം തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിരിക്കുന്ന ഒരു സൗഖ്യം, പൂർണ്ണമായിരിക്കുന്ന ഒരു വിടുതൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. 38 വർഷക്കാലം കുളക്കരയിൽ കിടന്നവന്റെ അരികിലേക്ക് യേശു ഇറങ്ങി ചെന്നിട്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് അവനെ സൗഖ്യമാക്കി പറഞ്ഞു വിട്ടതുപോലെ ആമേൻ ആരാണ് സൗഖ്യം ചെയ്തതെന്ന് അവന് വ്യക്തമായി അറിയത്തില്ലെങ്കിലും അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരുവൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അവൻ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് രാത്രികാലം പൂർണ്ണമായ വിടുതൽ കർത്താവ് കൊടുക്കേണ്ടതില്ല. തന്റെ ഏത് കാലിനാണോ തനിക്ക് ആമേൻ പ്രയാസം, ആ കാലിന്റെ മേൽ ദൈവത്തിന്റെ കരം തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ ഈ സമയം സ്വർഗം ആമേൻ കൽപ്പിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. തന്റെ പ്രിയപ്പെട്ടവനെ തന്റെ കുഞ്ഞുങ്ങളെയും വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. താൻ കണ്ടെത്തിയ രക്ഷ തന്റെ കുടുംബവും തന്റെ കുഞ്ഞുങ്ങളും കണ്ടെത്തുവാൻ സ്വർഗം ഹല്ലേലൂയ അവസരം കൊടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം കൊത്തുന്നു കടന്നു വന്ന തങ്കമശായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ആ ഭവനത്തിന്റെ പണികാര്യങ്ങൾ. ആമീൻ. ചോർന്നൊലിച്ച് ആമീൻ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു.
ദൈവം ചില വാതിലുകളെ തുറന്നു. ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീർന്നു. ആമീൻ ഹല്ലേലൂയ. ഏറെക്കുറെ ചില പണികൾ ചെയ്യാൻ ആമീൻ തീരുമാനിച്ചത് തുടങ്ങുവാനിടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമീൻ ഹല്ലേലൂയ. തുറന്നവൻ ആമീൻ ഹല്ലേലൂയ അത് പൂർത്തീകരിക്കാൻ ശക്തനാണ്. ആമീൻ തുടങ്ങി വെച്ചവൻ അത് പൂർത്തീകരിക്കാൻ ശക്തനാണ്. ഇന്ന് രാത്രികാലം അത് പൂർത്തീകരിക്കുവാനുള്ള വാതിലുകളെ സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുത്ത് ആമീൻ ഹല്ലേലൂയ സ്വർഗ്ഗം ആ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവമക്കളൊക്കെയാണ് ആമീൻ പണികാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ ഒരു അനർത്ഥങ്ങളോ ഒരു ആമീൻ ഹല്ലേലൂയ പ്രതികൂലങ്ങളോ അവരുടെ ജീവിതത്തിലൊന്നും കടന്നു വരരുത്. ആമീൻ ഹല്ലേലൂയ ഭദ്രമായി അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും കർത്താവ് ചെയ്യേണ്ടതിന് ആമീൻ ഹല്ലേലൂയ അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ഓർത്ത് സ്തോത്രം ചെയ്താൽ യേശുവിന്റെ നാമത്തിൽ രാത്രി കാലം നമ്മുടെ കൂടെ ആയിരിക്കുന്ന ആമീൻ ജോസ്മോനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അനേക ചെറുപ്പക്കാർ ഈ ദേശത്തുണ്ടല്ലോ. അവരുടെ ആരുടെയും ഹൃദയത്തിനകത്തളങ്ങളിൽ തോന്നാത്ത വലിയ ആഗ്രഹം സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ ഹൃദയത്തെ കൊടുത്തെങ്കിൽ ആമീൻ ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ഇത് ആമീൻ ദൈവത്താൽ സംഭവിച്ചതാണ്. ആമീൻ ഹല്ലേലൂയ. ദൈവം സന്ദർശിക്കാതെ ഒരുവൻ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങി വരത്തില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവം ആമീൻ തന്റെ കുഞ്ഞിനെ ആമീൻ ആ കുടുംബത്തെ മാനിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ രാത്രികാലം ആമീൻ ആ പ്രിയപ്പെട്ട പൈതലിനെ ഓർത്ത് തന്റെ കുടുംബത്തെ ഓർത്ത് യേശുവിന്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് തന്റെ ജോലി മേഖലകളൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചില പുതിയ വാതിലുകൾ കർത്താവ് തുറന്നു കൊടുക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം ആമീൻ നമ്മളോടൊക്കെ കൂടെ ആയിരിക്കുന്ന ഷീജയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. ആമീൻ ഈ പ്രാർത്ഥന ഇവിടെ തുടങ്ങി ആമീൻ ഹല്ലേലൂയ തനിക്ക് കഴിവുള്ള ആമീൻ ഹല്ലേലൂയ കഴിയുന്ന എല്ലാ സമയങ്ങളിലും കടന്നു വന്ന് നമ്മളോടൊപ്പം ഈ ദേശത്തിനും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആമീൻ ഹല്ലേലൂയ പൈതലിന് കൊടുത്ത വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം തന്റെ കുടുംബത്തെയും തന്റെ കുഞ്ഞുങ്ങളെയും തന്റെ മാതാവിനെയും തന്റെ പ്രിയപ്പെട്ടവനെയും ആമീൻ തനിക്ക് കൊടുത്ത എല്ലാ നന്മകളെയും അകത്തളങ്ങളിൽ കൊടുത്ത വലിയ ആത്മീയ കാഴ്ചപ്പാടുകളെയും ഒക്കെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത പിന്നെയും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ മഹത്വം ആ കുടുംബത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ചില അനുഗ്രഹങ്ങളെ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന മേഖലകൾ ഇന്ന് രാത്രികാലം ആത്മാവ് തുറന്നു കൊടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ കുടുംബത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം നമ്മളോടൊപ്പം ആയിരിക്കുന്ന ജോണച്ചാന്റെ പ്രിയ അമ്മമ്മയ്ക്കായി സ്തോത്രം ചെയ്യാം. ജോണച്ചാൻ ഇത് കടന്നു വന്നില്ല. ആമീൻ എന്താണെന്ന് അറിയുന്നില്ല. ആമീൻ ഹല്ലേലൂയ. ജോണച്ചാനെ ഓർത്ത് അമ്മാമയെ ഓർത്ത് തന്റെ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വലിയ ദൈവിക വിടുതലുകൾ, വലിയ ദൈവിക സന്തോഷം, വലിയ ദൈവിക ആമീൻ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിനകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതിന് ഹല്ലേലൂയ നിന്ദിക്കുകയും പരിഹസിക്കുകയും വിരൽചൂണ്ടുകയും ചെയ്യുന്നവരുടെ മധ്യത്തിൽ ആമീൻ ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയത്തക്ക വേണം. ആമീൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം ആ കുടുംബത്തിന് മേൽ ഇറങ്ങി വരേണ്ടതിന് ആമീൻ ഹല്ലേലൂയ വലിയ കാഴ്ചപ്പാടുകളും വലിയ ദൈവിക നിയോഗങ്ങളും ഒക്കെ കൈമാറേണ്ടതിന് ഇന്ന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ ആമീൻ സാലിന് ജ്യേഷ്ഠത്തെയെ തന്റെ ജ്യേഷ്ഠനെ ഒക്കെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാൻ. രോഗിയായി ഭാരപ്പെട്ടായിരിക്കുന്നു എന്ന് കേൾക്കുവാനായി തീർന്നു. പൂർണ്ണമായിരിക്കുന്ന വിടുതൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ ഇന്ന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമീൻ. ഇന്ന് രാത്രികാലം നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഹല്ലേലൂയ സഹോദരന്റെ പ്രിയപ്പെട്ട ആമീൻ ഹല്ലേലൂയ സഹോദരി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ. അബേവി സഹോദരൻ ഹല്ലേലൂയ പലപ്പോഴും ശാരീരികമായ അസ്വസ്ഥത ഭാരപ്പെട്ട് ഭവനത്തിലായിരിക്കുന്നു. ആമീൻ. തനിക്ക് ഒരുപാട് നേരം ഇരിക്കുവാനോ അല്ലെങ്കിൽ ആമീൻ കൈയടിച്ച് ആമീൻ ശബ്ദത്തോടെ പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കുന്നത് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ ഹല്ലേലൂയ. അതൊരു പൈശാചിക മേഖലയാണ്. ആമീൻ. ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം ആമീൻ ആമീൻ തടയുന്ന ഒരു മേഖലയാണ് ഇന്ന് രാത്രികാലം. അത് ആമീൻ അഴിഞ്ഞു മാറേണ്ടതിന് ദൈവത്തിന്റെ കരം തന്നെ തൊട്ട് ആമീൻ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ താൻ ഭവനത്തിനകത്തളങ്ങളിൽ ആത്മനിറവോടെ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ കരം ഇപ്പോൾ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തനിക്ക് അധ്വാനിപ്പാൻ ആരോഗ്യമൊക്കെ കർത്താവ് കൊടുക്കട്ടെ. അതിനുപരിയായി ദൈവത്തോട് അധികമായി വലിയ കടപ്പാടുകളും ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വലിയ ആഗ്രഹങ്ങളും ആമേൻ കർത്താവ് കൊടുക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. അടിയങ്ങളെയും ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രാർത്ഥന ആമേൻ തുടർമാനമായി നടത്തുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന കൃപയ്ക്കായി
പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് അവരെ സൂക്ഷിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ പറഞ്ഞ ഈ വിഷയങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മൾ ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമീൻ. നമ്മൾ ഒരുമിച്ച് ചുരുക്കം വാചകങ്ങളിൽ ആമീൻ കടന്നു വന്ന ഈ വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് കുടുംബങ്ങളെ ഓർത്ത് മാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മറ്റുള്ള കാര്യങ്ങളൊന്നും ആമീൻ ഹല്ലേലൂയ ഇപ്പോൾ പ്രാർത്ഥിക്കരുത്. ആമീൻ ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും വേണം പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യത്തിന് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇന്ന് രാത്രികാലം ഈ പറഞ്ഞ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജോണച്ചാന്റെ ആമേൻ പ്രിയ അമ്മാമ ഇപ്പോൾ ചുരുക്കമാദ്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന്റെ വാദപടങ്ങളെ കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങളെ ചുറ്റുപാടുകളെ ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അനേകം കിട്ടാത്ത സൗഭാഗ്യ സന്തോഷം കർത്താവേ ഞങ്ങൾക്ക് തന്നു. കർത്താവേ ഞങ്ങൾക്കൊപ്പമായി അനേകം ഈ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ കർത്താവേ. ഓരോ ഭവനത്തിലെ സ്വർഗ്ഗമെടുത്ത് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാതൊരു ഞങ്ങളെ തന്നെ കഴുകിക്കൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് നിർമ്മലതയോട് ഭയഭക്തിയോട് പിന്നെ ഇതിന്റെ പാതവിടങ്ങളിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാ നന്മകളാലും നിറച്ചാട്ടെ കർത്താവേ. ഹല്ലേലൂയ. വരവിനായിട്ട് ഞങ്ങളെ ദിനംതോറും ഒരുക്കിക്കൊണ്ടാട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ ഈ ദേശത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അനേക പ്രിയപ്പെട്ട ഒരു ദേശത്തെ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്നു. ഈ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ലോകത്തിന്റെ മോഹങ്ങളിലും ഇമ്പങ്ങളിലും വിരഞ്ഞോടിക്കൊണ്ട് ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ നാശത്തിലേക്ക് ആമീൻ അവർ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രികാലം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആമീൻ ഹല്ലേലൂയ ആമീൻ കടപ്പാടുകളുണ്ട്. ഇന്ന് രാത്രികാലം അതിനാണ് നമ്മൾ ഇവിടെ കൂടി വന്നത്. ഈ ദേശത്തെ വഹിച്ച് ഈ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന കുടുംബങ്ങളെ വഹിച്ച് ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു ഐക്യത ഈ ദേശത്ത് ആമീൻ ഹല്ലേലൂയ കർത്താവ് ജനത്തിന് കൊടുക്കേണ്ടതിന്, രോഗികളാൽ ഭാരപ്പെട്ട് ഭവനത്തിൽ കാലരി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗം വിടുവിക്കേണ്ടതിന് ആമീൻ ഹല്ലേലൂയ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതലുകളെ ആമീൻ തലമുറയുടെ മേൽ വെളിപ്പെട്ട് വരേണ്ടതിന് നമ്മൾ ഓർത്ത് നമ്മൾ ഒരുമിച്ച് ആ വിഷയങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആമീൻ. നമ്മുടെ സംസ്ഥാനത്തിനായി, നമ്മുടെ ജില്ലയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ പഞ്ചായത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതിന്റെ എല്ലാ അധികാരികളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ ഹല്ലേലൂയ. അനേക ഇടങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ആമീൻ ഹല്ലേലൂയ ആമീൻ അവസരമില്ലാതെ ഹല്ലേലൂയ പ്രാർത്ഥന സ്ഥലങ്ങൾ മുടങ്ങുമ്പോൾ ഇന്ന് രാത്രികാലം നമ്മുടെ ഈ ദേശത്ത് പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് തന്നിരിക്കാനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല ആമീൻ പ്രാർത്ഥനയുടെ ആമീൻ ഹല്ലേലൂയ അവസരമില്ലാത്ത ദേശത്ത് നമ്മൾ ചെല്ലുമ്പോഴേ നമുക്കതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഈ ദേശത്ത് അങ്ങനെ ഇല്ലാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമീൻ ഹല്ലേലൂയ. മുട്ടുന്ന ദേശത്തൊക്കെ അവൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, കൈയടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ആമീൻ മൈക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ആമീൻ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. ജാതികൾ ആമീൻ ഹല്ലേലൂയ അതിനെതിരായി പോരാടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഈ ദേശത്ത് കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ദേശത്തെ ആമീൻ പ്രാർത്ഥനയെ തകർത്ത് കളയാൻ ദുഷ്ടനാരെയും കരങ്ങൾ എടുക്കാതിരിക്കാൻ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസേന ഏൽപ്പിച്ചു കൊടുക്കുക. ആമീൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ മത്തായി പ്രവചനം മുൻപോട്ട് കടന്നു വന്ന ഈ വിഷയത്തെ മാത്രം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ കർത്താവേ, ബലപ്പെടുന്ന സമയത്തിനാധിപത്യ ദിവസത്തിൽ കണ്ടുവരാൻ വിഷയത്തെ പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലിയ ദേശത്തെ വെച്ച് പ്രാർത്ഥിക്കട്ടെ. മറ്റ് ദേശത്ത് ഹാലേലിയ പൈശാചികമായി പ്രവർത്തനം നടക്കാം. ഹാലേലിയ അങ്ങ് ഹാലേലിയ അനേകം കണ്ടുവരാൻ വീടാക്കി പ്രാർത്ഥിക്കട്ടെ. രാജ്യത്തോട് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും, ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കും, പഞ്ചായത്തുകളെ ഓർത്ത് പ്രാർത്ഥിക്കും, വാർഡുകളെ ഓർത്ത് പ്രാർത്ഥിക്കും, വീടുമാക്കിയ എല്ലാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. ഹാലേലിയ പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലിയ ദൈവത്തിന് സാന്നിധ്യം കടന്നു വന്ന് ഹാലേലിയ അനേക ഹാലേലിയ ദൈവത്തിലേക്ക് ആധാരപ്പെടാൻ പ്രാർത്ഥിക്കട്ടെ. ദൈവ പ്രാർത്ഥന യേശുവിനാ തന്നെയാണ്. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്താട്ടെ. ആമീൻ ഹല്ലേലൂയ. ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ ദൈവത്തിന്റെ വചനം ആമീൻ ഹല്ലേലൂയ ശ്രദ്ധയോടെ കേൾക്കുവാനും അത് ഏറ്റെടുക്കുവാനും ഉള്ള സമയമാണ് ഇന്ന് രാത്രികാലം. ആമീൻ അല്പസമയം നമ്മുടെ ആമീൻ ഹല്ലേലൂയ ആമീൻ പത്രോസ് മുൻപോട്ട് കടന്നു വന്ന അല്പസമയം ദൈവത്തിന്റെ വചനം സംസാരിക്കും. തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് ആമീൻ
ഹല്ലേലൂയ. ആമേൻ. അനിയമുണ്ടെന്ന് ദൈവത്തിൻ്റെ അതിപരിശമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ബലപ്പെട്ടതുമായിരിക്കുന്നതായ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാൻ സ്വാഗതം ചെയ്യുന്നു. രാത്രികാലം ഐക്യക്കൂട്ടം മണ്ഡലത്തിൽ നമുക്ക് ഒരുമിച്ച് ആലിപ്പാൻ ദൈവരിക്കയുടെ ഇതിനാക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് ലീഡ് ചെയ്യുന്നതാക്കി ദേവദാസൻ, അതുപോലെ സുരേന്ദ്രൻ പാസ്റ്റർ, അതുപോലെ ഇബ്രാഹിം വിശ്വസിച്ച മറ്റുള്ള എല്ലാ ദേവദാസന്മാർക്കും ദേവപിതാവിന്റെ യേശുപിതാവിന് ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുവാൻ ദൈവസ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ നടക്കുന്നതായിരിക്കുന്നതായ ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവസ്വാഗതം ചെയ്യുന്നു. ഈ പ്രദേശത്ത് പിശാചിൻ്റെ ഒരു വലിയ പ്രവർത്തനം നടക്കുന്നുണ്ട് ദൈവസ്വാഗതം. അത് എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ദൈവസ്വാഗതം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ ഏകദേശം 2:45 മണി കഴിഞ്ഞപ്പോൾ ദൈവസ്വാഗതം ചെയ്യുന്നു. പിശാചിൻ്റെ വലിയൊരു പ്രവർത്തനം ഈ ദേശത്ത് നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഏകദേശം ചെറുപ്പക്കാരെ സ്തോത്രം ചെയ്യുന്നു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദിവസോത്രം പിശാച് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഏകദേശം ദിവസോത്രം ചെയ്യും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് 2:45 പ്രാർത്ഥന തീർന്ന് കാരണം കിടന്നൊരു മയക്കം പിടിക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. വലിയ പിശാചിൻ്റെ പ്രവർത്തനം ദേശം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്കത് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദിവസോത്രം ചെയ്യുന്നു. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദിവസോത്രം ചെയ്യുന്നു. നമുക്കറിയാം ദിവസം നമുക്ക് വിശുദ്ധ വകയിൽ നാം പഠിക്കുന്ന ദിവസം ഒരിക്കൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അക്കരെ യേശുക്രിസ്തു ഇപ്പം വിചാരിക്കുമ്പോൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ വിശ്വാസം ചെയ്യുന്നു. അസാധാരണമായിരിക്കുന്ന ദൈവപ്രവൃത്തികൾ നടന്നിട്ടുണ്ട്. യേശുവിൻ്റെ ആയിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വിശ്വാസം ചെയ്യുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല വിശ്വാസം ചെയ്യുന്നു. വലിയതായിരിക്കുന്ന മനുഷ്യൻ ഉദ്ദേശിക്കാത്ത അസാധ്യമായിരിക്കുന്ന ദൈവപ്രവൃത്തികളാണ് വിശ്വാസം ചെയ്യുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എവിടെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നടന്നിട്ടുള്ളത്. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം. അക്കരയെന്ന് ഉദ്ദേശിക്കുന്ന വിശ്വാസം ചെയ്യുന്നു ഗദരദേശത്താണ്. ഗദരദേശം എന്ന് പറഞ്ഞാൽ വിശ്വാസം ചെയ്യുന്നു പൈശാചികമായിരിക്കുന്ന ബന്ധനത്താൽ വിശ്വാസം ചെയ്യുന്നു. അകപ്പെട്ട് കിടക്കുന്നതായ ചെറുപ്പക്കാരെ വിശ്വാസം ചെയ്യുന്നു. പിശാചിന്റെ സന്നിധിയിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നു. പിശാച് സ്വാതന്ത്ര്യം ചെയ്യുന്നു. തകർത്ത് കളയാൻ സ്വാതന്ത്ര്യം ഉദ്ദേശിക്കുന്നതായിരിക്കുന്നതായ ഒരു പ്രവർത്തന മണ്ഡലമാണ് സ്വാതന്ത്ര്യം ചെയ്യുന്നു ഗദരദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഗദരദേശത്തേക്ക് വിശ്വാസം ചെയ്യുന്നു. യേശു പറയുകയാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് യേശുവും ശിഷ്യന്മാരുമായിട്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. പടകിൽ കയറി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ അവരെ സ്തോത്രം ചെയ്യുന്നു. സമുദ്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. യേശു സ്തോത്രം ചെയ്യുന്നു. പടകിൻ്റെ ആയിരിക്കുന്ന അമരത്തിൽ ചെന്നതിന് ശേഷം അവിടെ കിടന്ന് അല്പസമയം ഉറങ്ങാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. പടക് സ്തോത്രം ചെയ്യുന്നു. സമുദ്രത്തിലൂടെ മുമ്പോട്ട് പോവുകയാണ്. സമുദ്രം എന്ന് പറയുന്നത് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ശിഷ്യന്മാർക്കൊക്കെ സമുദ്രത്തെക്കുറിച്ച് നല്ലപോലെ അറിയാം. എന്തെന്ന് വെച്ചാൽ സ്തോത്രം ചെയ്യുന്നു ശിഷ്യന്മാർ അവർ മുക്കന്മാരായിരുന്ന കാലഘട്ടത്തിൽ അവർ സമുദ്രത്തിൽ പോവുകയും പടകിൽ പോവുകയും അതുപോലെ വല വീശുകയും മീൻ പിടിക്കുകയും എവിടെയൊക്കെ മീനുണ്ട് എവിടെയൊക്കെ സ്വാതന്ത്ര്യം ശക്തമായിരിക്കുന്ന കാറ്റ് അടിക്കുന്നത് അതുപോലെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. എവിടെയൊക്കെ വലിയ ആഴങ്ങളുണ്ട് അങ്ങനെ വിവിധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർക്ക് അറിയാം. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് അറിയാവുന്ന ശിഷ്യന്മാരാണ് സ്വാതന്ത്ര്യം പടകിൽ ഇരുന്നുകൊണ്ട് സ്വാതന്ത്ര്യം ചെയ്യുന്നു. അവർ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യം അവിടെ നടക്കുന്ന സംഭവമുണ്ട്. അന്ന് വരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സ്വാതന്ത്ര്യം ശിഷ്യന്മാർ സ്വാതന്ത്ര്യം കാറ്റ് കണ്ടിട്ടുണ്ട്, തിരമാലകൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ശിഷ്യന്മാരാണ്. എന്നാൽ അന്ന് വരെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളതായിരിക്കുന്ന വലിയ ശക്തമായിരിക്കുന്ന കാറ്റ് സ്വാതന്ത്ര്യം ചെയ്യുന്നു. അടിക്കുവാൻ തുടങ്ങി. സമുദ്രത്തിന്റെ ആയിരിക്കുന്ന ഉള്ളിൽ നിന്നും സ്വാതന്ത്ര്യം ചെയ്യുന്നു. വലിയ ശക്തമായിരിക്കുന്ന കാറ്റ് വരികയാണ്. ആ കാറ്റ് സ്വാതന്ത്ര്യം ചെയ്യും. അവർ അന്ന് വരെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാറ്റ് കണ്ടിട്ടില്ല. അങ്ങനെ കാറ്റ് വലിയ ശക്തമായി അടിക്കുമ്പോൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. തിരമാല സ്വാതന്ത്ര്യം ചെയ്യും. അവർ കണ്ട തിരമാലയേക്കാൾ സ്വാതന്ത്ര്യം വലിയ ശക്തമായി തിരമാലകൾ ഉയരുകയാണ്. അങ്ങനെ തിരമാല വരുന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പടകിലേക്ക് സ്വാതന്ത്ര്യം വെള്ളം കയറുകയാണ്. പടകിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പടക് മുങ്ങിപ്പോകും. അതുകൊണ്ട് സ്വാതന്ത്ര്യം ശിഷ്യന്മാർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. ശിഷ്യന്മാർ സ്വാതന്ത്ര്യം ചെയ്യും. പടകിൽ നിന്നും വെള്ളം കോരി കളയുകയാണ്. അങ്ങനെ വെള്ളം കോരി കളയുമ്പോൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. യേശു സ്വാതന്ത്ര്യം ചെയ്യുന്നു. പടകിന്റെ അമരത്ത് കിടന്ന് ഉറങ്ങാൻ സ്വാതന്ത്ര്യം. ഇവിടെ സ്വാതന്ത്ര്യം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. തിരമാലയല്ല വിഷയം, കാറ്റാണ് വിഷയം. കാറ്റെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. കാറ്റിനെ ആർക്കും കാണാൻ കഴിയില്ല. ആർക്കും കാണാൻ കഴിയാത്തൊരു ശക്തിയാണ് സ്വാതന്ത്ര്യം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന. ആർക്കും കാണാൻ കഴിയാത്ത കാറ്റ്. ഒരുപാട് തിരമാല എല്ലാവർക്കും കാണാം. തിരമാല ഉയർന്ന എല്ലാവർക്കും കാണാം. അതുപോലെ സ്വാതന്ത്ര്യം ചെയ്യും. തിരമാല ഉയരുമ്പോൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പടയിലേക്ക് വെള്ളം കയറുന്ന എല്ലാവർക്കും കാണാം. അങ്ങനെയുള്ള വിവിധമായിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ മനുഷ്യനെ കാണാൻ കഴിയും. സ്വാതന്ത്ര്യം ചെയ്യുന്നു. കാറ്റിനെ ആർക്കും കാണാൻ കഴിയത്തില്ല. കാറ്റ് സ്വാതന്ത്ര്യം വളരെ ശക്തമായി അടിക്കുകയാണ്. അടിക്കുന്ന എന്തിനാണ് ചോദിച്ചാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും അക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. അവിടെ ഒരു അസാധാരണ ദൈവപ്രവർത്തനം നടക്കും. അതുകൊണ്ട് അക്കരെ ഇരിപ്പാൻ വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യുന്നു. ഒരു വലിയ സ്വാതന്ത്ര്യം ചെയ്യുന്നു. കാറ്റ് അടിക്കുകയാണ്. കാറ്റിനെ ആർക്കും കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ചെയ്യുന്നു. നമ്മൾ സ്വാതന്ത്ര്യം ചെയ്യും. ഈ ലോകമഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന എന്തിനാണ് ചോദിച്ചാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. നമുക്ക് അക്കരെ ഒരു രാജ്യം സ്വാതന്ത്ര്യം ചെയ്യുന്നു. നമ്മുടെ പിതാവ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോകാൻ വേണ്ടി സ്വാതന്ത്ര്യം ചെയ്യുന്നു. നമ്മൾ ഈ ലോകമഹാസമുദ്രത്തിലൂടെ സ്വാതന്ത്ര്യം യാത്ര ചെയ്യുന്നത്
എന്നാൽ ദിവസവും നമ്മളെ അക്കരെ എത്തിക്കാതെ ഇരിക്കാൻ സ്വതന്ത്രം ചെയ്യുന്നു. നമ്മളെ കാണാൻ കഴിയാത്ത ഒരു ശക്തി സ്വതന്ത്രം ചെയ്യുന്നു. വളരെ ശക്തമായ സ്വതന്ത്രം ചെയ്യുന്നു. ഭൂമിയിൽ സ്വതന്ത്രം ചെയ്യുന്നു. ഉയർന്നു പൊങ്ങുന്നുണ്ട് സ്വതന്ത്രം. നമുക്ക് അതിനെ കാണാൻ കഴിയില്ല. ആ കാണാൻ കഴിയാത്ത ശക്തിയാണ് കഴിയാത്തതായിരിക്കുന്ന ശക്തിയാണ് പലപ്പോഴും സ്വതന്ത്രം ചെയ്യുന്നു. പലരെയും സ്വതന്ത്രം ചെയ്യുന്നു. ദൈവസനത്തിൽ നിന്ന് തകർത്ത് കളയുന്നത് നമുക്കറിയാം. സ്വന്തം നക്ഷത്രങ്ങളെ പോലെ ഷോ ചെയ്യുന്ന അനേക ദൈവദത്ത ഭക്തന്മാർ സ്വതന്ത്രം ചെയ്യുന്നു. വീണു പോയിരിക്കുന്ന ഒരു ദേശമാണ് സ്വതന്ത്രം. ഈ ഭൂമി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വതന്ത്രം വീണു പോകാനുള്ള കാരണമെന്ന് പറയുമ്പോൾ സ്വതന്ത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള സ്വതന്ത്രം ചെയ്യുന്നു. അസാധാരണമായി സ്വതന്ത്രം ചെയ്യുന്നു. ശക്തി സ്വതന്ത്രം ചെയ്യുന്നു. ആർക്കും കാണാൻ കഴിയാത്ത ഒരു ശക്തി സ്വതന്ത്രം ചെയ്യുന്നു. ദേശത്ത് പ്രവർത്തിക്കുന്നു. അതിനെ ആർക്കും കാണാൻ കഴിയില്ല. പക്ഷേ ദൈവം സ്വതന്ത്രം ചെയ്യുന്നു. ഇവിടെ സ്വതന്ത്രം ചെയ്യും. വലിയ കാറ്റടിച്ചിട്ടും വലിയ തിരമാല പങ്കിട്ടും ദൈവം സ്വതന്ത്രം ചെയ്യുന്നു. ആ പടകിനെ സ്വതന്ത്രം ചെയ്യുന്നു. തകർത്ത് കളയുവാനോ ഒന്നും ചെയ്യാൻ സ്വതന്ത്രം ആ തിരമാലയ്ക്കോ അല്ലെങ്കിൽ കാറ്റിനോ കഴിഞ്ഞില്ല. അവർ അക്കരെ എത്തി. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ദൈവം സ്വതന്ത്രം ചെയ്യുന്നു. ഒരു പടക് തകരണമെങ്കിൽ സ്വതന്ത്രം ആദ്യമായിട്ടാണ് അതിന്റെ അമരം തകരണം. ഒരു പടകിന്റെ അമരം തകരാത്തിടത്തോളം കാലം ദൈവത്തെ സ്വതന്ത്രം ചെയ്യുന്നു. ഒരിക്കലും ആർക്കും ആ പടകിനെ താർക്കാൻ പറ്റുകയില്ല. ഒരു ശക്തിക്കും ആ പടകിനെ താർക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട് സ്വതന്ത്രം ചെയ്യുന്നു? ആ പടകിന്റെ അമരം തകർന്നില്ല എന്ന് ചോദിച്ചാൽ സ്വതന്ത്രം ചെയ്യുന്നു. യേശുക്ക് സ്വതന്ത്രം ചെയ്യും. പടകിന്റെ അമരത്തായിരുന്നു ദിവസം അപ്പോൾ സ്വതന്ത്രം ചെയ്യുന്നു. പടകിന്റെ അമരത്ത് യേശു ഉണ്ടായ സ്വതന്ത്രം എത്ര വലിയ ശക്തിയായിരിക്കും സ്വതന്ത്രം ചെയ്യും. കാറ്റടിച്ചാലും എത്ര വലിയ ശക്തിയായി തിരമാല പൊങ്ങിയാൽ സ്വതന്ത്രം ചെയ്യുന്നു. ആ പടകിന് സ്വതന്ത്രം ചെയ്യും. ആർക്കും ഒരു ശക്തിക്കും ദൈവസ്വാതന്ത്ര്യം ചെയ്ത് തകർത്ത് കളയാൻ പറ്റുകയില്ല. അങ്ങനെ നമ്മുടെ ഭവനമായിരിക്കുന്ന അയക്കുന്ന പടകിന്റെ അമരത്ത് യേശു ഉണ്ടായി സ്വതന്ത്രം ചെയ്യുന്നു. എത്ര പ്രതികൂലം സ്വതന്ത്രം ചെയ്യുന്നു. കടന്നു വന്നാലും എത്ര പ്രശ്നങ്ങൾ കടന്നു വന്നാലും സ്വതന്ത്രം ചെയ്യുന്നു. അതിനെ തകർക്കാൻ പറ്റുകയില്ല എന്ന് സ്വതന്ത്രം ഈ സന്ദേശത്തിൽ നമുക്ക് പറയിടയായിരുന്നു. അതുകൊണ്ട് സ്വതന്ത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി സ്വതന്ത്രം ചെയ്യുന്നു. ഗദരദേശത്ത് ചെല്ലുവാനും അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയാക്കുന്ന ഒരു അല്പസമയത്ത് ബാക്കി മാറ്റം ചില കാര്യം പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. ലാക്കോന്റെ ലേഖനം സഹോദരന്മാരെ, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോവുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ ഭാവിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ ദിവസം ചെയ്യുന്നു. സഹോദരന്മാരെ സംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ സന്ദേശം പറയുന്നത്. അപ്പോൾ ഇവിടെ സഹോദരന്മാരെ സംബോധന ചെയ്തുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ ഒരു സന്ദേശം പറയുകയാണ്. ഇവിടെ വിശുദ്ധ ബൈബിളിൽ നാം ദിവസം സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ദിവസം ചെയ്യുന്നു. വചനം വിട്ടുപോകാതെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളെയാണ് ഇത് സ്വാതന്ത്ര്യം ചെയ്യുന്നു സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി ആരാണോ ഇത് സ്വാതന്ത്ര്യം ചെയ്യുന്നു. വചനം വിട്ടുപോകാതെ സ്വാതന്ത്ര്യം ചെയ്യുന്നു. വചനത്തിൽ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആരാണ് ദൈവസ്വാതന്ത്ര്യം, അവരെയാണ് ദൈവ സ്വാതന്ത്ര്യം ചെയ്യുന്നു സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ സഹോദരന്മാരായിരിക്കുന്ന ഈ വ്യക്തികൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. അപ്പോൾ ദൈവവാനായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ സ്വാതന്ത്ര്യം ചെയ്യുന്നു. ആ സഹോദരന്മാരുടെ ഇടയിലുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ചെയ്യുന്നു. സത്യം വിട്ടു പോയാൽ എന്നുവെച്ചാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. പിന്മാറ്റത്തിലേക്ക് കടന്നു പോയാൽ അവരോട് ദൈവം സ്വാതന്ത്ര്യം ചെയ്യുന്നു. ആ സത്യം യഥാർത്ഥ സത്യം പറയുകയും അവരെ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം സ്വാതന്ത്ര്യം ചെയ്യുന്നു. അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നാൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു. അവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന് പറയാനിടയായിരുന്നു. അപ്പോൾ ആ മരണം എന്ന് പറഞ്ഞാൽ ദിവസം ആത്മീയമായിരിക്കുന്ന മരണം സംഭവിച്ചു. അവരെ അതുപോലെ ദിവസം ചെയ്യുന്നു. നിത്യമായിരിക്കുന്ന മരണത്തിലേക്ക് ആ വ്യക്തി പോകുന്നു. അപ്പോൾ ആത്മീയമായിരിക്കുന്ന മരണത്തിൽ നിന്നും നിത്യമായിരിക്കുന്ന മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിലുള്ള സ്തോത്രം ചെയ്യുന്നു. വചനം അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന സഹോദരന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ സഹോദരന്മാർ പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയിൽ കടന്നു വരുന്നതായിരിക്കുന്നതായ ദൈവ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ കടന്നു വരുന്നതായിരിക്കുന്ന എല്ലാവരെയും സ്തോത്രം ചെയ്യുന്നു. സഹോദരന്മാരെന്ന് പറയുന്നില്ല, സഹോദരന്മാരും സ്തോത്രം ചെയ്യുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് വ്യക്തികളെ സ്തോത്രം ചെയ്യുന്നു. അവിടെ പറയുന്നത് വചനം അനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയായാലും സ്തോത്രം ചെയ്യുന്നു. അവിടെ അത് ഒരുപക്ഷെ പണ്ഡിതനായാലും പാപനായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും സ്തോത്രം ചെയ്യുന്നു. വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് സ്തോത്രം സഹോദരന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആ സഹോദരന്മാർക്ക് മാത്രമേ സ്തോത്രം ചെയ്യുന്നു. പിന്മാറ്റത്തിൽ പോയ ഒരു വ്യക്തിയെ സ്തോത്രം ചെയ്യുന്നു രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു. പിന്മാറ്റത്തിൽ പോയ വ്യക്തി എന്ന് പറയുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട ആ വ്യക്തി വചനം അറിയാം. വചനം അറിയാമെങ്കിൽ തന്നെ സ്തോത്രം ചെയ്യുന്നു. വചനം വിട്ട് സ്തോത്രം പിന്മാറ്റത്തിലേക്ക് പോയി ആ മനുഷ്യർ പിന്മാറ്റത്തിലേക്ക് പോയതിനു ശേഷം
പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. നിത്യമായിരിക്കുന്ന ഒരു മരണത്തിലേക്ക് സ്തോത്രം ചെന്നെത്തുന്ന ഒരു കാലഘട്ടം ആസന്ന ഭാവിയിൽ കടന്നു വരും. അങ്ങനെയുള്ള ആസന്ന ഭാവിയിൽ നിന്ന് സ്തോത്രം ചെയ്യുന്നു. രക്ഷിപ്പാൻ സ്തോത്രം ചെയ്യുന്നു. ഒരു യഥാർത്ഥമായിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഒരു രക്ഷിതാവിന് മാത്രമേ കഴിയൂ. ഈ ഭൂമി സ്തോത്രം യഥാർത്ഥമായി രക്ഷിതാവ് എന്ന് പറഞ്ഞ സ്തോത്രം ഒരു വേദനം അനുസരിച്ച് ജീവിക്കുന്നതായിരിക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ നാം പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. 3 വിധത്തിൽ പെട്ടിരിക്കുന്നതായി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. 3 വിധത്തിൽ ആയിരിക്കുന്നതായി മനുഷ്യർ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ചെയ്യും. കൊരിന്ത്യർ ലേഖനത്തിലൂടെ അവർ വിളിച്ചു കാണിക്കുന്നു. ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രാകൃതൻ, എന്ന് പറഞ്ഞാൽ ആത്മീകൻ, 3 എന്ന് പറഞ്ഞാൽ ജഡീകൻ. പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യുന്നു ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാതെ സ്തോത്രം ചെയ്യുന്നു. അവൻ സ്തോത്രം പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന് ജീവിക്കുന്ന വ്യക്തികളെ സ്തോത്രം പ്രാകൃതൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രാകൃതന്റെ ഉള്ളിൽ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ ആത്മാവില്ല, മനുഷ്യാത്മാവ് മാത്രമേ ഉള്ളൂ. ആ മനുഷ്യാത്മാവ് സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യാത്മാവിന്റെ പ്രവർത്തനത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രാകൃതനാക്കി സ്തോത്രം ചെയ്യുന്ന വ്യക്തി ജീവിക്കുന്നു. ആ മനുഷ്യ സ്തോത്രം പ്രാകൃതനാക്കി വ്യക്തി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സ്തോത്രം ജീവിച്ചു പോയി സ്തോത്രം എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ മരണം സംഭവിച്ചു കഴിയുമ്പോൾ സ്തോത്രം ചെയ്യും. ആ മനുഷ്യന്റെ ഉള്ളിലാക്കി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യാത്മാവ് എന്നേക്കുമായി സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യനെ വിട്ടുപോകുന്നു. എന്നാൽ സ്തോത്രം ആത്മീയ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് വെച്ചാൽ സ്തോത്രം ചെയ്യുന്നു മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമാണ് അനുസരിച്ച് സ്തോത്രം ചെയ്യുന്നു. മരണം വരെയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സ്തോത്രം ചെയ്യും ആത്മീയൻ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി. ആ ആത്മീയൻ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ സ്തോത്രം ഒരു മനുഷ്യാത്മാവും ഉണ്ട്, ദൈവാത്മാവും ഉണ്ട്. എന്നാൽ സ്തോത്രം ചെയ്യുന്നു മനുഷ്യാത്മാവിന്റെ പ്രവർത്തനത്തെ സ്തോത്രം ചെയ്യുന്നു. ആ ആത്മീയനാക്കി വ്യക്തി സ്തോത്രം ചെയ്യും. ആത്മീയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. തന്റെ ഉള്ളിൽ ഉള്ളതായിരിക്കുന്നതായ മനുഷ്യാത്മാവിന്റെ പ്രവർത്തനത്തെ സ്തോത്രം ചെയ്യുന്നു. അവൻ മരിപ്പിക്കുന്നു. അനുസരിച്ച് സ്തോത്രം ചെയ്യും. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തോട് സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യൻ സ്തോത്രം മരണം വരെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെ സ്തോത്രം ചെയ്യും പോകുന്നതാക്കി മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു. മരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ആ മനുഷ്യന്റെ ഉള്ളതായിരിക്കുന്നതായ ദൈവാത്മാവ് ആ മനുഷ്യനെ വിട്ടു പോവുകയില്ല. മരണത്തിന് ശേഷം സ്തോത്രം ചെയ്യുന്നു. ആ ദൈവാത്മാവ് സ്തോത്രം ചെയ്യുന്നു. അവനെ പിന്തുടർന്നുകൊണ്ടേ എനിക്ക് സ്തോത്രം ചെയ്യുന്നു. അവന് നിത്യത മുതൽ നിത്യത വരെ ചെണ്ടെത്തിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സമയം വരെ സ്തോത്രം ചെയ്യുന്നു. ആ സ്തോത്രം ചെയ്യും ആത്മീയനായിരിക്കുന്ന മനുഷ്യന്റെ കൂടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് സ്തോത്രം ചെയ്യും അവനോട് കൂടെ ഉണ്ടായിരിക്കും. 3-ാമത്തെ ഒരു വ്യക്തി സ്തോത്രം ചെയ്യുന്നു ജഡീകൻ എന്ന് പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. മാനസാന്തരപ്പെടാതെ സ്ഥാനപ്പെട്ട് സ്തോത്രം. അപ്പോൾ നമുക്കിടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പലരും സ്തോത്രം ജൈവസഭയിൽ കടന്നു വരുന്നു. മാനസാന്തരപ്പെടാതെ സ്തോത്രം സ്ഥാനപ്പെടുന്നു. ആ മനുഷ്യനുള്ളിൽ സ്തോത്രം ചെയ്യും ഒരു ദൈവാത്മാവുമുണ്ട്, ഒരു മനുഷ്യാത്മാവുമുണ്ട്. എന്നാൽ സ്തോത്രം ചെയ്യുന്നു ആ മനുഷ്യന്റെ ഉള്ളതാക്കി സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ അവൻ മരിപ്പിച്ചതിന് ശേഷം സ്തോത്രം ചെയ്യും. മനുഷ്യാത്മാവിന്റെ പ്രവർത്തനത്തിൽ അവൻ മുമ്പോട്ട് പോകുന്നു. അതാണ് നമുക്കറിയാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സഭയിൽ പോകുന്ന പലരും സ്തോത്രം ചെയ്യും മദ്യപിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മറ്റുള്ള പുകവലിക്കുന്നു, മറ്റുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നു. ആ മനുഷ്യൻ സ്തോത്രം ജഡീകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു. മരിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ചെയ്യും. ആ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളതാക്കി സ്തോത്രം ചെയ്യുന്നു. മനുഷ്യാത്മാവ് സ്തോത്രം തന്നെ സ്തോത്രം എന്നേക്കുമായി വിട്ടുപോകുന്നു. അപ്പോൾ ദിവസവും നാം ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ ദൈവം കൈവിടുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് കൈവിടുകയില്ല. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് സ്തോത്രം നമ്മളെ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. എത്തിക്കുന്ന പേര് സ്തോത്രം ചെയ്യുന്നു. നമ്മളോട് കൂടെ ഉണ്ടായി സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനികളുടെ ജ്ഞാനിയായി സവലാൽമൻ ഇങ്ങനെ പറയുന്ന അങ്ങനെ തരുന്നു. ബക്കറിനോട് ഞാൻ വക്രത കാണിച്ചു. ബക്കർ ഞാൻ സ്തോത്രം ഒരിക്കലും അറിയുകയില്ല. സ്തോത്രം വക്രതയുള്ളതായിട്ട് മനുഷ്യ സ്തോത്രം ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ സ്തോത്രം വക്രതയുള്ള മനുഷ്യരോട് സ്തോത്രം കൂടുതൽ സ്തോത്രം ചെയ്യും. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്. പാപികളുടെ വഴി നിൽക്കരുത്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും. നമ്മൾ സ്തോത്രം ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം ഒരുപക്ഷെ നമ്മളോട് മിണ്ടരുതെന്നല്ല സ്തോത്രം. അവരോട് നമുക്ക് സംസാരിക്കാം. അവരോട് പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ സ്തോത്രം. അവരോട് സ്തോത്രം ചെയ്യും. എന്നാൽ സ്തോത്രം ദുഷ്ടന്മാരുടെ ആലോചന അവരുടേതാക്കിയ ആലോചന കേട്ടു. 1 പ്രാവശ്യം കേട്ടു, 2 പ്രാവശ്യം കേട്ടു, 3 പ്രാവശ്യം കേട്ടു. നമ്മൾ സ്തോത്രം അങ്ങനെ കേട്ടിയാൽ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അവരുടെ അടിമത്തത്തിലായി പോകുന്നു. അതുപോലെ സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടന്റെ ദുഷ്ടന്റെ സ്തോത്രം ആലോചന നടക്കരുത്. ഭാവിയുടെ വഴി നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യാൻ സ്തോത്രം യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷം. അവരുടെ ന്യായപ്രമാണത്തെ രാവുകൾ ധ്യാനിച്ചുകൊണ്ട് സ്തോത്രം നമുക്ക് നട്ടിരിക്കും തൽക്കാലത്ത് ഫലം കായ്ക്കും. ഇലവാട്ടമായിട്ട് ഉച്ചപ്പോൾ സ്തോത്രം ചെയ്യും. നമ്മുടെ ജീവിതസ്തോത്രം ഉണ്ടാകും. അതുകൊണ്ട് സ്തോത്രം നമ്മുടെ ഈ ജീവിതസ്തോത്രം ഇന്ന് കാലഘട്ട സ്തോത്രം ഏറ്റവും അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ സ്തോത്രം ചെയ്യുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപകട മരണം സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതെ മരണ സ്തോത്രം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം ചെയ്യും. എത്ര കാലം സ്തോത്രം ഈ സ്തോത്രം ഇത് മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് അറിയില്ല. സ്തോത്രം ചെയ്യുന്നു. കാലങ്ങൾ സ്തോത്രം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് സ്തോത്രം നാം വക്രത കൂടാതെ സ്തോത്രം ചെയ്യും. നാം സ്തോത്രം ചെയ്യും. ദൈവം അനുസരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യും. ദൈവത്തിൽ നിന്നാൽ സ്തോത്രം ചെയ്യുന്നു.
നമ്മുടെ മരണത്തിന് ശേഷം സ്തോത്രം നിത്യമായിരിക്കുന്നതായ ഒരു സന്തോഷം നമുക്ക് ചെന്നെത്താം സ്തോത്രം. ആ സന്തോഷത്തിൽ നമ്മളെ സ്തോത്രം ചെന്നെത്തും സ്തോത്രം ചെയ്യുന്നു. ആ ചെന്നെത്തുന്ന പതിവ് സ്തോത്രം നമ്മളോട് കൂടെ ക്രിസ്തു ഉണ്ടായി, നമ്മുടെ രക്ഷിതാവ് ഉണ്ടായി സ്തോത്രം. നമ്മുടെ രക്ഷിതാവ് നമ്മളെ രക്ഷിച്ച് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ കൊണ്ടുവന്ന സ്തോത്രം വിധമാക്കിയ സ്തോത്രം അപകട സന്ധിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ മെടുക്കുകൊണ്ട് നമ്മുടെ സ്തോത്രം പ്രയത്നം കൊണ്ട് ഒന്നുമല്ല സ്തോത്രം. നമ്മുടെ കൂടെ കർത്താവുകൊണ്ട് ആ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും വിട്ടുപോയ സ്തോത്രം മുമ്പോട്ട് ജീവിക്കാൻ നമ്മുടെ ദൈവം അനുഗ്രഹിക്കും പറഞ്ഞുകൊണ്ട് ഇവർക്ക് നമ്മൾ അനുഗ്രഹിക്കാറട്ടെ. ആമേൻ. ഹല്ലേലൂയ. നല്ല അനുഗ്രഹമായിരിക്കുന്ന ഒരു സന്ദേശം കർത്താവ് നമുക്ക് നൽകി തന്നതിനായി ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. ഇതിലും ഉപരിയായ നിലവാരത്തിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവോടെ ആമേൻ ദൈവവചനം സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ നിറയ്ക്കേണ്ടതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഈ പ്രാർത്ഥന ആമേൻ ഇങ്ങനെ ആമേൻ നമ്മുടെ ദൈവമക്കൾക്കൊക്കെ ഒരു അനുഗ്രഹത്തിന് കാരണമാണ് വളരാൻ. ആമേൻ ഹല്ലേലൂയ. കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കി കളയാതെ ആമേൻ അവസരങ്ങൾ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ അത് ആമേൻ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുവാൻ നമ്മൾ ശ്രമിക്കുക. ആമേൻ. അല്പസമയം കൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്നിരുന്ന ആമേൻ ഹല്ലേലൂയ 2 വാക്യം കൂടെ വായിച്ച് ആമേൻ ആ വാക്യങ്ങളിൽ നിന്ന് അല്പം ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ 2 വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ ഒന്ന് ചിന്തിക്കാം. ആമേൻ ആരാധന എന്താണ്? ആമേൻ സഭായോഗം എന്താണ്? ആമേൻ സഭയുടെ അടിസ്ഥാനം എന്താണ്? ഈ 3 കാര്യങ്ങളെ ആമേൻ ഒന്ന് വിശദീകരിച്ച് ആമേൻ ഒന്ന് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആരാധന വേറെ, വിശുദ്ധ സഭായോഗം വേറെ. ഹല്ലേലൂയ. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിച്ച് ആമേൻ ആ കാഴ്ചപ്പാട് നമുക്ക് വേണം. ഹല്ലേലൂയ. ആമേൻ. അതൊന്ന് ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് രാത്രി കാലം അതിനായി നമുക്ക് ആദ്യമേ സഭയുടെ അടിസ്ഥാനത്തെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് നമുക്ക് ആമേൻ അല്ലെങ്കിൽ ബാക്കി 2 വിഷയങ്ങളിലേക്ക് പോകാം. അതിനെ നമുക്ക് വായിക്കാം. ആമേൻ. ഹല്ലേലൂയ. എഫെസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിച്ചു. 11-ാം വാക്യം 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് സഭയുടെ അടിസ്ഥാനത്തെ കുറിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. എന്താണ് സഭ? ആമേൻ. സഭ എന്താണ്? ആ സഭയുടെ അടിസ്ഥാനം എന്താണ്? ആ അടിസ്ഥാനത്തെ കുറിച്ച് ആ സഭയുടെ അടിസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നവർ ആരൊക്കെയാണെന്ന് ആമേൻ ഹല്ലേലൂയ ചിലരെ പരിചയപ്പെടുത്തി കാണിക്കുകയാണ് അവിടെ പൗലോസ്. ആദ്യമേ പറയുന്നു, അവനോ ചിലരെ അപ്പോസ്തലന്മാരാക്കി. ഹല്ലേലൂയ. ചിലരെ അപ്പോസ്തലന്മാരാക്കി മാറ്റി. അടുത്തത് ചിലരെ പ്രവാചകന്മാരായി മാറ്റി. ചിലരെ സുവിശേഷകന്മാരായി. അടുത്തത് പറയുന്നു ചിലരെ സുവിശേഷകന്മാരാക്കി മാറ്റി. അടുത്തത് ചിലരെ ഇടയന്മാരാക്കി മാറ്റി. ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. അടുത്തത് പറയുന്നു ചിലരെ ഉപദേഷ്ടാക്കന്മാരാക്കി മാറ്റി. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് പ്രവാചകന്റെ അല്ലെങ്കിൽ അപ്പോസ്തലന്റെ ശുശ്രൂഷ? അത് നമ്മൾ പഠിക്കണം. ഒരു അപ്പോസ്തലനായിരിക്കുന്ന ഒരു ദൈവദാസന്റെ ശുശ്രൂഷ എന്താണ് ഒരു സഭയുടെ അടിസ്ഥാനത്തിൽ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ ആഴമായി നമ്മൾ പഠിച്ചാൽ ആമേൻ ഹല്ലേലൂയ ഒരു അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ദേശങ്ങളിലും അപ്പോസ്തലനായിരിക്കുന്ന ദൈവദാസൻ കടന്നു ചെന്നിട്ട് അവിടെ ഹല്ലേലൂയ സുവിശേഷം വിതറിയ ആമേൻ നമ്മൾ വായിക്കുന്നല്ലോ ഒരുവനെ സുവിശേഷകനാക്കി മാറ്റി. അവൻ മുൻപേ എന്ത് ചെയ്യുക? സുവിശേഷം വിതറുകയാ. അവൻ ഇങ്ങനെ വിതറിപ്പോകും. നമ്മൾ കണ്ടിട്ടില്ലേ പരസ്യയോഗം നടത്തുന്നത്? നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ വീടുകളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത്? ആമേൻ. ദൈവവചനം പറയുന്നത് കേട്ടിട്ടില്ലേ? അവരെ കുറിച്ചാണ് പറഞ്ഞത് സുവിശേഷകർ. അവര് വിത്ത് വിതറി പോകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലന്റെ നിയമമാണ്, അവൻ ചെയ്യേണ്ട ജോലിയാണ്. ഈ വിതച്ച സ്ഥലത്തേക്ക് അപ്പോസ്തലൻ കടന്നു ചെന്നിട്ട് ആമേൻ ഈ വിത്തുകളെ
കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. പലയിടങ്ങളിൽ വിതറിക്കിടക്കുന്ന കിളിർത്ത് കിടക്കുന്ന ഈ വിത്ത് ആമീൻ അപ്പോസ്തലൻ കൂട്ടിച്ചേർക്കും. ആമീൻ ആമീൻ. ഹല്ലേലൂയ. 1 2 3 4 ഇങ്ങനെ ആമീൻ ഹല്ലേലൂയ ചിതറിക്കിടക്കുന്നതിനെ ഒരുമിച്ച് ചേർത്ത് ആമീൻ ഒരു കൂട്ടമാക്കി മാറ്റും. ഹല്ലേലൂയ. ഒരു കൂട്ടമാക്കി മാറ്റി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു 10 പേരായി കഴിയുമ്പോൾ ആമേൻ ഈ ആമേൻ അപ്പോസ്തലൻ ആമേൻ എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ ഒരു ഇടയനെ ആക്കും. ആ ഇടയനാണ് ആരാ? പാസ്റ്റർ. ഹല്ലേലൂയ. ഒരു സഭയെ നയിക്കുന്ന, ഒരു സഭയെ പരിപാലിക്കുന്ന, ഒരു സഭയെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആമേൻ ആ സഭയിൽ വരുന്ന ദൈവമക്കൾക്ക് ആലോചനകളെ പറഞ്ഞു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. അവർ ആമേൻ ഹല്ലേലൂയ തെറ്റിപ്പോകാതെ, അവർ വീണു പോകാതെ അവരെ കരുത്ത് പിടിച്ച്, അവരെ താങ്ങി, അവരെ സന്തോഷത്തോടെ ആമേൻ അവരെ ഉത്സാഹത്തോടെ ആമേൻ അവർക്ക് വേണ്ടി ആമേൻ തോളോട് തോള് ചേർന്ന് നിന്ന് കരുതി കൊണ്ടുപോകുന്നവനെ കുറിച്ചാണ് പറയുന്നത് ഇടയൻ. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ. ആ ഇടയനാണ് ആരാ? പാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓടിച്ചു പറയുക. ആമേൻ. അപ്പോൾ സുവിശേഷകൻ അവൻ ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ, ആമേൻ ഹല്ലേലൂയ ഗ്രാമങ്ങളിൽ അവൻ ദൈവത്തിന്റെ വചനത്തെ വാരി വിതറി പോകും. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനോ അവൻ ഹല്ലേലൂയ വിതച്ചതിനെ, കിളിർത്തതിനെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ചൊരു കൂട്ടമാക്കിയിട്ട് അവൻ ഒരു ഇടയനെ അതിനെ അടിസ്ഥാനമാക്കി മാറ്റി. അവൻ അവരെ സംരക്ഷിക്കുവാൻ, മുൻപോട്ട് വളർത്തിക്കൊണ്ടുപോകുവാൻ ഒരു ഇടയനെയാക്കിയിട്ട് അപ്പോസ്തലൻ അടുത്ത ദേശത്തേക്ക് പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ. അടുത്തത് പറയുന്നു ആമേൻ ചിലരെ പ്രവാചകന്മാരാക്കി മാറ്റി. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ മർമ്മം ആമേൻ പ്രവാചകന്മാർ ആമേൻ ഇടയൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ ആ കൂട്ടത്തിനകത്തളങ്ങളിലേക്ക് ഒരു പ്രവാചകനെ ദൈവം വരുത്തും. എന്തിനാണെന്നറിയാമോ? ഇതിനകത്തളങ്ങളിൽ കുറവുകളുണ്ട്, ഇതിനകത്തളങ്ങളിൽ ബലഹീനതകളുണ്ട്. ആമേൻ. ഇതിനകത്തളങ്ങളിൽ ഹല്ലേലൂയ ചൊവ്വാവാത്തതുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഇത് ഇടയനെ വെളിപ്പെടത്തില്ല. ആമേൻ. ആമേൻ. അതുകൊണ്ട് ആമേൻ ഇതിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ, ഹല്ലേലൂയ ചിലരെ നേർവഴിയിലേക്ക് നയിക്കാൻ, ആമേൻ മനസ്സിലാക്കി കൊടുക്കാൻ, മറഞ്ഞിരിക്കുന്നതിനെ ആമേൻ ഹല്ലേലൂയ ശത്രു മൂടി വെച്ചിരിക്കുന്നതിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ ഹല്ലേലൂയ ദൈവം ആമേൻ പ്രവാചകനെ ആമേൻ. സഭയുടെ അടിസ്ഥാനം കണ്ടോ? ആമേൻ. പ്രവാചകനെ ദൈവം അയക്കും. ഹല്ലേലൂയ. ആമേൻ. സഭയിലേക്ക് പ്രവാചകനെ അയക്കും. പ്രവാചകൻ വന്ന് സഭയ്ക്ക് നേരെ വരുന്ന അന്ധകാര പോരുകൾ ആമേൻ ഹല്ലേലൂയ മറച്ചു വെച്ച് ആമേൻ ഹല്ലേലൂയ സഭയെ തകർത്ത് കളയാൻ, ഒടിച്ചു കളയാൻ ആമേൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില അന്ധകാര പോരുകളെ ഇടയൻ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, കണ്ടു കാണത്തില്ല. ആമേൻ ഹല്ലേലൂയ കാണാൻ സാധ്യതയില്ലായിരിക്കും. അപ്പോൾ പ്രവാചകനെ ദൈവം അയക്കുന്നത് അതിനെ കാണിച്ചു കൊടുക്കാൻ ഇടയന്. എന്തിനാ? നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, തകർന്നു പോകാതിരിപ്പാൻ, ആമേൻ ഹല്ലേലൂയ അവന്റെ വായിൽ അകപ്പെട്ടു പോകാതിരിപ്പാൻ, അവൻ നിയന്ത്രിച്ച് സൂക്ഷിച്ച് പരിപാലിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ സഭയ്ക്കകത്തളങ്ങളിലേക്ക് ആരെ അയക്കും? പ്രവാചകൻ. ആമേൻ ഹല്ലേലൂയ. അടുത്തത് ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ് ഉപദേഷ്ടാക്കന്മാർ. മനസ്സിലായോ? ഉപദേഷ്ടാവ് എന്തിനാ വരുന്നത്? യേശുവിന്റെ നാമത്തിൽ. ഈ തിരുവചനത്തെ ആമേൻ നമ്മളിലേക്ക് വായിച്ച് കേൾപ്പിച്ചിട്ട് ഇതിനകത്തളങ്ങളിലെ പൊരുളുകളെ തിരിച്ചു തരാൻ. ആമേൻ. ആമേൻ. നമ്മൾ ചുമ്മാതെ ആമേൻ ഇതിങ്ങനെ വായിച്ചിട്ട് കാനാവിലെ കല്യാണം നടന്നു. ആ കല്യാണം ആരുടെയായിരുന്നു? അല്ല. ആമേൻ. ആ കല്യാണത്തിൽ ആമേൻ ചില കൽപാത്രങ്ങൾ ആമേൻ കിടക്കുന്നതായി കാണുന്നു. അതും നമ്മൾ വായിക്കുന്നു. ആമേൻ. അല്ലെങ്കിൽ ഈ കൽപാത്രം എവിടെയാണ് കിടന്നത്? ഇത് ആരുടെ കല്യാണമാണ്? ഇത് ആർക്കറിയത്തില്ല, നമുക്ക് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ പൊരുളുകളെ തിരിച്ചു തരാൻ, ആമേൻ വചനത്തിന്റെ പൊരുളുകളെ തിരിച്ചു തരാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളർന്നു കയറാൻ പറ്റത്തില്ല. ഒരു പടിയും കൂടെ നമുക്ക് ചവിട്ടി കയറണമെങ്കിൽ ആമേൻ വചനത്തിന്റെ പൊരുളുകൾ എന്ത് ചെയ്യണം?
ആരെങ്കിലും അവൻ ദൈവത്തിന്റെ അഭിഷക്തന്മാർ നമുക്ക് അത് തിരിച്ചു തന്നേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതിനാണ് സഭയിലേക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ ആരെ അയക്കുന്നത്? ഉപദേഷ്ടാക്കന്മാരെ അയച്ചു. ഹല്ലേലൂയ. അവര് വന്നിട്ട് ആമേൻ ഹല്ലേലൂയ ഒരു വചനം അങ്ങോട്ട് വായിച്ചിട്ട് ആമേൻ ആ വചനത്തിന്റെ പൊരുളുകൾ, ആമേൻ ആ വചനം എന്താണ് പറയുന്നത്, ആ വചനത്തിന്റെ പശ്ചാത്തലങ്ങൾ എന്താണ്, ആ വചനം എങ്ങനെയാണ് ആമേൻ പറയാൻ കാരണം എന്താണ്, ആമേൻ ഹല്ലേലൂയ അതിന്റെ മർമ്മങ്ങൾ എന്താണ്, ആമേൻ ഹല്ലേലൂയ അതിനകത്തുള്ള ദൈവപ്രവൃത്തികൾ എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യും? നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. കണ്ടോ? ആമേൻ ആമേൻ. ഇന്നത്തെ കാലഘട്ടങ്ങളിലോ ആമേൻ പൗലോസ് പറയുന്നു, ഒരു സഭയുടെ അടിസ്ഥാനത്തിൽ ആമേൻ അപ്പോസ്തലനുണ്ട്, ആമേൻ ഹല്ലേലൂയ വചനം ആമേൻ വിതറുന്നവനുണ്ട്, ആമേൻ പ്രവാചകനുണ്ട്, ആമേൻ ഹല്ലേലൂയ ഉപദേഷ്ടാവുണ്ട്. ഏകദേശം 5 പേരോളം ആമേൻ ഒരു സഭയുടെ അടിസ്ഥാനത്തിൽ ഉണ്ട്. അതാ സഭ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ആമേൻ ഹല്ലേലൂയ. പ്രവാചകനും ഞാനാ, ഉപദേഷ്ടാവും ഞാനാ, മാസ്റ്ററും ഞാനാ. ഹല്ലേലൂയ. ആമേൻ. സുവിശേഷകനും ഞാൻ. എല്ലാം ആരാ? ആമേൻ ഹല്ലേലൂയ. അപ്പൊ എല്ലാം ഞാൻ തന്നെയാണ്. നിങ്ങൾ മറ്റൊന്നും അന്വേഷിക്കാൻ പോകണ്ട. എല്ലാരും നിങ്ങൾ എന്റെ അടുത്ത് വന്നാൽ മതി. ഇതെല്ലാം ഞാനാണ്. ഇവിടെ പൗലോസ് പറയുന്നു, ആമേൻ വ്യത്യസ്തമായ നിലവാരങ്ങളിൽ സഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നു. ആമേൻ. മതി. ആമേൻ ഹല്ലേലൂയ. സമയം മുമ്പോട്ട് പോകുന്നല്ലോ. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ആമേൻ സഭയുടെ അടിസ്ഥാനം. അടുത്തത് ആമേൻ സഭായോഗം, ആരാധന. രണ്ടില്ല. നമ്മൾ പറയുന്നത് എന്തുവാ? സൺഡേ ആകുമ്പോൾ പറയും ആരാധനയ്ക്ക് പോവുകയാണ്. ആമേൻ. എങ്കിൽ വേദപുസ്തകം പറയുന്നു, ആഴ്ചയുടെ അവസാനമായ 1-ാം ദിവസമായിരിക്കുന്ന ആമേൻ വിശുദ്ധ ദിവസം നിങ്ങൾക്ക് എന്തായിരിക്കണം? സഭായോഗമായിരിക്കണം. ആമേൻ. അവിടെ അത് ആരാധനയെ കുറിച്ചല്ല പറയുന്നോ ദൈവദാസനെ? ആരാധനയെ കുറിച്ചാണോ? അല്ല. അവിടെ പറയുന്നത് ആമേൻ ആഴ്ചയുടെ 1-ാം ദിവസമായിരിക്കുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? സഭായോഗം കൂടണം. ആമേൻ ആമേൻ. പൗലോസ് അടിസ്ഥാനമിട്ടിരിക്കുന്ന ആമേൻ ഈ പറഞ്ഞ സഭ ആമേൻ ഒരുമിച്ച് എന്ത് ചെയ്യണം? കൂടണം. ആമേൻ. അവിടെ ആരാധനയല്ല നടക്കുന്നത്. ജീസസ് ഹല്ലേലൂയ. തിരിച്ചറിയണേ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാത്തിനും സ്വോത്രം പറയരുത്, എല്ലാത്തിനും ആമേൻ പറയാൻ നിൽക്കരുത്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അപ്പോ ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ വിശുദ്ധ ദിവസം നടക്കുന്നത് സഭായോഗമാ. സഭയായി എല്ലാവരും കൂടി വരികയാ. എല്ലാവരും കൂടി വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾക്ക് എന്ത് ചെയ്യുക? നന്ദി കരേറ്റുകയാ. അവിടെ നമുക്ക് കാണാൻ കഴിയും സഭയിൽ ആമേൻ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം പകർന്നു കൊടുക്കുന്ന ചില ശുശ്രൂഷ. ആമേൻ. വായിക്കാം. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ ആമേൻ ഹല്ലേലൂയ 1-ാം ലേഖനം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. സഹോദരന്മാരെ, പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ. അതിന്റെ 26:14 ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ കണ്ടോ? ആമേൻ. സഭായോഗത്തിൽ ആമേൻ കൂടി വരുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ അഭിഷക്തനെ കൂടി സംസാരിക്കുന്നത് കേട്ടോ? ആമേൻ. അവിടെ പറയുകയാണ് ആമേൻ ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും എന്തുണ്ട്? ഓരോരുത്തർക്കും എന്തുണ്ട്? സങ്കീർത്തനമുണ്ട്. അടുത്തത് ഓരോരുത്തർക്കും എന്തുണ്ട്? ഉപദേശമുണ്ട്. അടുത്തത് ഓരോരുത്തർക്കും എന്തുണ്ട്? ജീസസ് ഹല്ലേലൂയ. അവൻ ഓരോരുത്തർക്കും എന്തുണ്ട് സിസ്റ്ററെ? വെളിപ്പാടുണ്ട്. ആമേൻ. കണ്ടോ? ഹല്ലേലൂയ.
അവൻ സഭായോഗത്തിൽ എല്ലാവരും കൂടി വന്ന് നന്ദിയോടെ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി കരേറ്റുമ്പോൾ അവിടെ വലിയ ശബ്ദ കോലാഹലമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ. ഹല്ലേലൂയ. സഭായോഗത്തിൽ ഭയങ്കര ആരാധന അവിടെ. ആമേൻ. ഹല്ലേലൂയ. പാട്ടുണ്ട്, സങ്കീർത്തനമുണ്ട്, ആരാധന. ഹല്ലേലൂയ. ആമേൻ. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവിടെ വെളിപ്പാടുണ്ട്. ആമേൻ. അവിടെ ആമേൻ കൈത്താളമുണ്ട്, അത്യുച്ചത്തിലെ നാദമുണ്ട്. വലിയ ആഘോഷം പോലെ എന്ത് ചെയ്യാ? ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെയാണ് പറയുന്നത് ആമേൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്? വെളിപ്പാടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യും? ആമേൻ. ഇവിടെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുമ്പോൾ 5 പേരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തെങ്കിൽ സഭായോഗത്തിന് വരുന്ന നിങ്ങൾക്ക് എന്തുണ്ട്? എല്ലാവർക്കും ഓരോരോ കൃപാവരങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തിരിച്ചറിയണേ. ജീസസ്. ഹല്ലേലൂയ. അതാണ് ആരാധന. അതാണ് ദൈവത്തിന്റെ ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് യേശുവിന്റെ നാമത്തിൽ. അപ്പോ ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സുവിശേഷമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവിടെ വെളിപ്പാടുണ്ട്. അടുത്തത് ആമേൻ. ആമേൻ. അതാ ആമേൻ വലിയ ആമേൻ ബഹളമാണ്, വലിയ സന്തോഷമാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ ആമേൻ അന്യഭാഷയുണ്ട്. ഓ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ ഒരുമിച്ച് സഭായോഗം കൂടുകയാ. ഈ സഭായോഗത്തിൽ ആമേൻ ഒരുമിച്ച് ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇടയിൽ ആമേൻ. ഹല്ലേലൂയ. മത്തായി ബ്രദർ എന്ത് ചെയ്യും? ആമേൻ വെളിപ്പാട് കാണുകയാ. ആമേൻ വെളിപ്പാട് കണ്ടിട്ട് ആ വെളിപ്പാടിനെ വിളിച്ചു പറയുകയാ ശക്തിയോടെ. ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സഭയ്ക്കകത്തളങ്ങളിൽ ആമേൻ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ആമേൻ സഭയ്ക്കകത്തളങ്ങളിൽ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആമേൻ ശത്രു കൊണ്ടുവരുന്ന അനർത്ഥങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക? ആമേൻ സഭായോഗത്തിന്റെ അകത്തളങ്ങളിൽ നന്ദിയോടെ ദൈവത്തെ ഹല്ലേലൂയ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ ആമേൻ വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്. ആമേൻ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഭയങ്കര സന്തോഷം. ഓരോരുത്തർക്കും അതാത് കൃപാവരങ്ങളെ ദൈവം അങ്ങോട്ട് കൊടുത്തിട്ട് ആ കൃപാവരങ്ങളെ ആമേൻ വിശുദ്ധ സഭായോഗത്തിൽ എന്ത് ചെയ്യുക? അത് ജ്വലിപ്പിച്ചെടുക്കുകയാണ്. അതാണ് ആരാധന യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ അടുത്തത് വായിക്കുന്നു. ഹല്ലേലൂയ. പ്രവചനമുണ്ട്. അടുത്തത് വ്യാഖ്യാനമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അന്യഭാഷ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ ആലയത്തിനകത്തളങ്ങളിൽ ആമേൻ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും? അന്യഭാഷയിലായിരിക്കും. ആമേൻ. ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ അടുത്തത് ഹല്ലേലൂയ എന്റെ അടുത്തിരിക്കുന്ന പത്രോസ് എന്ത് ചെയ്യും? ആമേൻ ഞാൻ പറയുന്ന അന്യഭാഷയെ ആത്മാവിൽ വ്യാഖ്യാനിക്കുകയാണ്. ആമേൻ. എന്തിനാ വ്യാഖ്യാനിക്കുന്നത്? അതിന്റെ പൊരുളുകളെ തിരിച്ചു തരികയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആമേൻ. എന്താണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. ഒരുവൻ വ്യാഖ്യാനങ്ങളില്ലാതെ ഒരുവൻ അന്യഭാഷയിൽ ചുമ്മാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ കൂടിരിക്കുന്നവൻ പറയും അവൻ ഭ്രാന്തനാന്ന് പറയും. ആമേൻ. ഹല്ലേലൂയ. സഭായോഗത്തിന്റെ വ്യത്യാസം കണ്ടോ? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ഹല്ലേലൂയ പ്രവചനം പറയുമ്പോൾ തന്നെ അവൻ അടുത്തിരിക്കുന്നവൻ അത് വ്യാഖ്യാനിക്കുകയാ. അവൻ ഈ മനുഷ്യൻ പറയുന്നത് എന്താണ്? അവൻ ദൈവസന്നിധിയിൽ വൻ കാര്യങ്ങളെ പറയുക. ദൈവസന്നിധി വൻ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ അറിയത്തില്ല. ആമേൻ. കൂടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് അറിയുന്നില്ല. അതല്ല ഇവിടെ ആമേൻ സഭായോഗത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. കേട്ടോ? ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ് നിങ്ങളുടെ സഭായോഗത്തിൽ ആമേൻ നിങ്ങൾ കൂടി വരുമ്പോൾ അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്.
ഇത് എഴുതി വെച്ചിരിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിലെ ശുശ്രൂഷയാ. ആദ്യ കാലഘട്ടങ്ങളിൽ സഭയിൽ നടന്ന ശുശ്രൂഷയെ കുറിച്ചാ പൗലോസ് എഴുതുന്നത്. ആമേൻ. അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരിക്കണം. മനസ്സിലായോ? ആമേൻ. അപ്പൊ എന്താണ് ഈ ആരാധന? ആമേൻ. നമുക്ക് ഈ ആമേൻ വചനം വായിച്ചിട്ട് അതിന്റെ പൊരുളുകൾ അറിയാത്തതുകൊണ്ടാണ് നമുക്ക് ഒന്നും അറിയാത്തത്. യേശുവിന്റെ നാമത്തിൽ. അപ്പോൾ ആരാധന എന്താണ്? ആമേൻ. ആരാധന എന്ന് പറയുന്ന ഒരു യാഗമാണ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തമ്പുരാൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആദ്യ കാലഘട്ടങ്ങളിൽ ജനത്തിന് ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ ആരാധന കഴിക്കാൻ, തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ, ആമേൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ആമേൻ ദൈവം ആമേൻ മോശയെ കൂടി ഒരു കൂടാരം പണിയുവാനായി. അതാണ് സമാപന കൂടാരം. ആമേൻ. അതിന്റെ ഒരു ഭാഗം പറയാം. അതിന്റെ ആദ്യത്തെ ഭാഗമാണ് പ്രാകാരം. അവിടെയാണ് ആമേൻ നമ്മൾ യാഗം കഴിക്കുന്നത്. ആമേൻ. ഖദിരമരം കൊണ്ട് ആമേൻ ഹല്ലേലൂയ പണിത്, ആമേൻ ഹല്ലേലൂയ താമ്രം കൊണ്ട് പൊതിഞ്ഞ് ആമേൻ ഒരു യാഗപീഠം അതിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ആമേൻ. ഈ യാഗപീഠം ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ യാഗപീഠത്തിലേക്കാണ് നമ്മൾ യാഗമായി കൊണ്ടു ചെല്ലുന്നത്. ആമേൻ. നമ്മുടെ ആരാധന കഴിക്കുന്ന ദൈവസന്നിധി. അവിടെ ആമേൻ ഈ അന്യഭാഷയില്ല. യേശുവിന്റെ നാമത്തിൽ കേട്ടോണേ. ആമേൻ. ഈ പ്രാകാരത്തിൽ ആമേൻ നീ യാഗമായി കടന്നു ചെല്ലുമ്പോൾ അവിടെ അന്യഭാഷയില്ല, അവിടെ പ്രവചനമില്ല, അവിടെ വ്യാഖ്യാനമില്ല, അവിടെ ദൂതില്ല. ആമേൻ ഹല്ലേലൂയ. അവിടെ പ്രസംഗമില്ല. അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ണുനീര് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. മനസ്സിലാവുന്നു സിസ്റ്ററെ? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ ഈ ബഹളങ്ങളൊന്നുമില്ല. ഒരു ബഹളവുമില്ല. അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടു ചെല്ലുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. അവൻ ഒരു പുരോഹിതനുമുണ്ട്. അവൻ ഇവർ രണ്ട് മാത്രമേ ഉള്ളൂ. അവൻ കൊണ്ടു പോകുന്ന മനുഷ്യൻ തന്റെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് ചെല്ലുന്നത്. കൂടുതൽ മനുഷ്യനെ കൊണ്ടുപോകത്തില്ല. ആമേൻ. ആമേൻ. അല്ലെങ്കിൽ യാഗം കഴിക്കാൻ പോകുന്നു ഊണായിരുന്നു കൊണ്ടുപോകുന്നത്. യാഗം കഴിക്കാൻ പോകുകയാണ്, ദൈവത്തിന് ആരാധന കൊടുക്കാൻ പോകുകയാണ്. ആരെയും കൂടെ കൊണ്ടുപോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഒറ്റയ്ക്കാ പോകുന്നത്. യാഗവസ്തുവാണ്. ആമേൻ. അവിടെ ചെന്നിട്ട് ആമേൻ ഈ യാഗവസ്തുവിനെ ആമേൻ പുരോഹിതന്റെ കരങ്ങളിലേക്ക് കൊടുക്കും. പുരോഹിതൻ അതിനെ വാങ്ങിച്ച് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ആമേൻ അതിനെ ആമേൻ കണ്ടിച്ച് അതിന്റെ രക്തത്തെ ആമേൻ ഹല്ലേലൂയ എടുക്കുവാൻ കണ്ടിക്കുന്ന ആമേൻ അതിനകത്ത് ശുശ്രൂഷകളുണ്ട്. അവരുടെ കയ്യിലേക്ക് കൊടുത്തു. ആമേൻ. പ്രാർത്ഥനക്കാരൻ അവിടെ നിൽക്കും, ആരാധനക്കാരൻ അവിടെ നിൽക്കുകയാണ്, യാഗത്തിൽ നിൽക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഈ യാഗവസ്തു ആമേൻ ഈ പുരോഹിതന്റെ കരങ്ങളിലേക്ക് ആമേൻ ഹല്ലേലൂയ ഇതിന്റെ തോലുകളെല്ലാം വേർതിരിച്ച് ആമേൻ കഷ്ണം കഷ്ണമാക്കി കൊണ്ടുവരും. ആമേൻ യാഗപീഠത്തിലേക്ക് വെക്കും. ഈ യാഗപീഠത്തിലെ തീ ഉണ്ടല്ലോ, ഇത് 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കും. ഇതൊരു മനുഷ്യൻ കത്തിച്ച തീയല്ല. മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊരു മനുഷ്യൻ കത്തിച്ച തീയല്ല ഈ യാഗപീഠത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 24 മണിക്കൂറും കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 24 മണിക്കൂറും നിനക്ക് എന്ത് കഴിക്കാൻ പറ്റും? ആരാധന കഴിക്കാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് ഏതു സമയവും ആരാധന കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഈ യാഗപീഠത്തിൽ ഈ തീ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതണഞ്ഞു പോകാതിരിക്കാൻ സംരക്ഷിക്കാനാണ് പുരോഹിതന്മാർ ഇതിന്റെ ചുറ്റും നിൽക്കുന്നത്. ഇത് ദൈവം കത്തിച്ച തീയാണ്. ഈ തീയാണ് ഈ യാഗത്തെ ആമേൻ ദഹിപ്പിക്കുന്നത്.
ഈ യാഗം ഇതിന്റെ മുകളിൽ വെച്ച് ആമേൻ ഇത് ദഹിച്ച് തീരുവോളം ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? കരഞ്ഞുകൊണ്ട് കണ്ണീരോടെ ദൈവസന്നിധി നിൽക്കും. ആമേൻ. പാപത്തിന്റെ പരിഹാരം മാറാൻ, ആമേൻ, പാപത്തിന്റെ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി കണ്ണീരോടെ നിൽക്കും. അവിടെ ഒരു ബഹളവുമില്ല, നിശ്ചലമാണ്. ആമേൻ. അതുകൊണ്ടാണ് ചില സഭകളിൽ നമ്മൾ കണ്ടിട്ടില്ല, ആരാധന കഴിയുമ്പോൾ ചില സഭകളിൽ പറയും അല്പസമയം ശബ്ദങ്ങളൊന്നും വേണ്ട, ഒരു നാവിന്റെയും ശബ്ദമില്ല, മൗനമായി ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാൽ അതൊരു വലിയ ശക്തിയായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് കാണണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ എല്ലാ സഭകളിലും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭ, ഞങ്ങളെ കൂടുന്ന സഭ ചില ദിവസങ്ങളിലുണ്ട്. അത് ഷീജയോട് ചോദിച്ചാൽ അറിയാം. ആമേൻ. ശബ്ദ കോലാഹലങ്ങളെല്ലാം മാറും, നിശ്ചലമാകും. ഒരു സൂര്യ വീണാൽ നമുക്കറിയാം. പക്ഷേ യേശുവിന്റെ നാമത്തിൽ സെക്കൻഡ് കൊണ്ട് ജനമാത്മാവിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറും. അതാണ് ആരാധന. അതുകൊണ്ടാണ് ആരാധനയെ കുറിച്ച് ആമീൻ ദാവീദ് പറഞ്ഞത്. ആമീൻ ഹല്ലേലൂയ. ഞാനും എന്റെ പൈതലും ആമീൻ അവിടത്തോളം ചെന്ന യേശുവിന്റെ നാമത്തിൽ. കണ്ടോ? ആമീൻ. ഞാനും എന്റെ പൈതലും അവിടത്തോളം ചെന്ന യാഗം ഹല്ലേലൂയ ആരാധന കഴിഞ്ഞ് മടങ്ങി വരട്ടെ. അതേവരെ നിങ്ങൾ എന്ത് ചെയ്യുക? ആമീൻ. 2 ബാല്യക്കാരെ കൂടെ കൊണ്ടുപോയി. ആമീൻ. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ നിന്നാ മതി. മനസ്സിലാകുന്നുണ്ടോ? ആരാധന വ്യക്തിപരമാണ്. യേശുവിന്റെ നാമത്തിൽ. ആമീൻ ഹല്ലേലൂയ. അർഹതയില്ലാത്തതിനെ ആരാധനയ്ക്ക് ആമേൻ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ. രാത്രികാലം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു? ആമേൻ. ദൈവവചനം പറയുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ. അബ്രഹാം പറയുകയാണ്, ദാവീദ് അബ്രഹാം പറയുകയാണ്, ആമേൻ, നിങ്ങൾ 2 പേർ ഇവിടെ നിൽപ്പീൻ. എന്താ അവരെ കൊണ്ടുപോകൂടായിരുന്നോ? ദൈവദാസനെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? ഞങ്ങൾ ആരാധന കഴിക്കാൻ പോകുകയാണ്. ഞങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത് കാണാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ യാഗത്തിന്റെ മേൽ തീ ഇറങ്ങി വരുന്നത് കാണാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങളെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ തീവ്രതയെ ആമേൻ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാൻ പോകുകയാണ്. ആമേൻ. അതിനകത്തളങ്ങളിൽ മറ്റൊരുവരെ ഇടിച്ചു കയറ്റി കൊണ്ടുപോകാൻ കഴിയത്തില്ല. അങ്ങനെ കൊണ്ടുപോയാൽ നടക്കത്തില്ല യാഗം, നടക്കത്തില്ല ആരാധന. ആമീൻ. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പോയി യാഗം. ഹല്ലേലൂയ. അവർ യാഗമല്ല കഴിച്ചത്, ആരാധനയാ കഴിച്ചത് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞത്, ഞങ്ങൾ ആരാധന കഴിഞ്ഞിട്ട് വരാം. ആരാധനയും സമായവും തമ്മിൽ വ്യത്യാസം കണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അപ്പോൾ ഒരു ആരാധനക്കാരന്റെ ആരാധന നിന്നു പോകുമോ? ഒരിക്കലുമില്ല. അവൻ എത്ര രോഗം വന്നാലും ദൈവത്തെ മറക്കത്തില്ല. അവൻ ദൈവസന്നിധിയിൽ ചെന്നിരിക്കും. അവൻ ആരിൽ ഒരിക്കലും അല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ജീവനുള്ള കാലം ദൈവത്തിന് മഹത്വപ്പെടുത്തി അല്ലാതെ അവൻ അടങ്ങിയിരിക്കില്ല. അവൻ ദൈവത്തെ ഒരു മൃഗത്തെ പാപത്തിന്റെ പരിഹാരത്തിനായി ആമേൻ ഒരു മനുഷ്യൻ ആദ്യ കാലഘട്ടങ്ങളിൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ഒന്നും അറിയാത്ത മൃഗത്തെ കൊണ്ടുപോയി യാഗം കഴിക്കുന്ന ആ സ്ഥാനത്ത് ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന ക്രിസ്തു ആമേൻ ഹല്ലേലൂയ. നീ യാഗം കഴിക്കും, ഒരു മൃഗത്തെ കൊണ്ടുപോകും, യാഗം കഴിക്കും, തിരിച്ചു വരും, പിന്നെയും നീ പാപം ചെയ്യും. ആമേൻ. പിന്നെയും നീ എന്തിയും ആമേൻ യാഗത്തിന് വേണ്ടി മൃഗത്തിന് വേണ്ടി നടക്കുകയാണ്. അവൻ നിന്റെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ്. അവൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ ആമേൻ ഹല്ലേലൂയ ഒരിക്കലായി ഒരു യാഗം ആമേൻ ഹല്ലേലൂയ കാൽവറിയിൽ നടന്നു.
ആ യാഗമാണ് ക്രിസ്തുവിന്റെ യാഗം. ആമേൻ. ഹല്ലേലൂയ. ആർക്കാണ് ആ യാഗം ക്രിസ്തു നടത്തിയത്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ എന്റെ വാക്കുകൾ ആമേൻ. നമ്മൾ ചുമ്മാതെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കിയ ആളുകളിൽ മുൻപോട്ട് പോയാൽ മാത്രമേ ആമേൻ ആത്മീയ ജീവിതത്തിൽ കയറി വരാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആമേൻ, ഞാനിൽ കുറച്ച് ബന്ധനം അഴിച്ചിട്ടോ, ആമേൻ, കുറച്ച് അനുഗ്രഹത്തിന്റെ പ്രസംഗം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ആമേൻ. ആമേൻ. വചനം ആമേൻ അകത്തളങ്ങളിലേക്ക് കയറണമെങ്കിൽ അതിന്റെ പൊരുളുകൾ തിരിച്ചങ്ങോട്ട് കൊടുക്കണം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. ആമേൻ. ഇവിടെ ക്രിസ്തു നമുക്ക് വേണ്ടി അവനെ കാൽവറിയിൽ അവൻ യാഗമായി ഹല്ലേലൂയ അവനെ തന്നെ സമർപ്പിച്ചു കൊടുത്തപ്പോൾ ആമേൻ ഹല്ലേലൂയ പിൻഗാമികളായിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് ക്രിസ്തുവിന് യാഗമായി സമർപ്പിക്കുകയാണ് നമ്മളെ തന്നെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന് ആരാധന കഴിക്കുകയാ, നമ്മളെ തന്നെ യാഗമാക്കി സമർപ്പിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രിസ്തുവിനോട് ആമേൻ ഹല്ലേലൂയ ഒരു കൂട്ടം ജനം എന്ന് പറഞ്ഞത്, ആമേൻ ഹല്ലേലൂയ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന് ചോദിക്കുമ്പോൾ ആമേൻ കർത്താവ് പറയുന്നത്, കൈസർക്ക് കൊടുക്കാനുള്ളത് കൈസർക്ക് കൊടുക്കട്ടെ, ആമേൻ ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കട്ടെ. ദൈവത്തിന് കൊടുക്കാനുള്ളത് എന്താ? നിന്റെ പണമാണോ? നിന്റെ വസ്തുവാണോ? യേശുവിന്റെ നാമത്തിൽ ആമേൻ ദൈവത്തിന് കൊടുക്കാനുള്ളത് നിന്നെ തന്നെയാ. കാരണം നിനക്ക് വേണ്ടി യാഗമായി സമർപ്പിച്ചവന് നിന്നെ തന്നെ കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മൾ ഒരു യാഗവസ്തുവാണ്. നമ്മളൊരു യാഗവസ്തുവാണ്. നമ്മുടെ ആരാധന തീരണമെങ്കിൽ ആമേൻ നമ്മുടെ ആരാധന തീരണമെങ്കിൽ ആമേൻ ഈ ഭൂമിയിൽ നമ്മുടെ ആരാധന തീരണമെങ്കിൽ പറഞ്ഞോ നമ്മുടെ ആരാധന തീരണം. എങ്ങനെ തീരും? പറഞ്ഞോട്ടെ. ആമേൻ. 1 മണിക്കൂർ ഒരു ഞായറാഴ്ച 2 മണിക്കൂർ വന്ന് ആമേൻ ഇരുന്നാൽ നമ്മുടെ ആരാധന തീരുവോ? ആമേൻ. ഹല്ലേലൂയ. ഒരു കുടുംബ പ്രാർത്ഥന 1.5 മണിക്കൂർ ഇരുന്ന് ആരാധന തീരുവോ? ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഉച്ചവരെ ഇരുന്ന് ആരാധന തീരുമോ? ആമേൻ. ഒരു ആരാധനക്കാരനായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവന്റെ ആരാധന ദൈവമായിട്ടുള്ള ആരാധന തീരണമെങ്കിൽ അകത്തളങ്ങളിൽ സ്വർഗം തന്ന ശ്വാസം അവൻ മേലോട്ട് വിളിക്കുമ്പോഴേ നിന്റെ ആരാധന തീരത്തുള്ളത്. മനസ്സിലായോ? ആമേൻ. ഹല്ലേലൂയ. അതുവരെ നമ്മൾ ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുവരെ നമ്മൾ യാഗമായി നമ്മളെ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങുവരെ ഈ യാഗമായിരിക്കുന്ന വസ്തുവിൽ എന്ത് ചെയ്യണം? ഒരു ശൂന്യതകളും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? നീ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്ന അന്നു മുതൽ നിന്റെ അവസാന കാലഘട്ടം വരെ ഇത് വിശുദ്ധമായിരിക്കണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ആമേൻ. ഇത് വിശുദ്ധമായി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആമേൻ ഹല്ലേലൂയ, കർത്താവേ ഞാൻ ദിനം പ്രതി എന്ത് ചെയ്യുന്നു? ആമേൻ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഓ കാരണം ആമേൻ ഹല്ലേലൂയ ജോൺസൺ ബ്രദറിനോട് ആമേൻ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ആമേൻ വൈഷമ്യമായിട്ട് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആമേൻ ഞാൻ ബലഹീനനായ മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഞാനൊരു യാഗമായി നിന്റെ മുൻപിൽ നിന്നെ സമർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ ദിനം പ്രതി ഞാനൊരു മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആരാധന ആമീൻ ഹല്ലേലൂയ ജോസ്മോനെ ആമീൻ 2.5 മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നതല്ല. ആമീൻ ഹല്ലേലൂയ. നമ്മുടെ ആരാധന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ അവസാനിക്കുന്നതല്ല. ആമീൻ ഹല്ലേലൂയ. നമ്മുടെ ആരാധന ഒരു ആമീൻ അല്ലെ കാത്തിരിപ്പ് യോഗം കഴിഞ്ഞു പോകുമ്പോൾ അവസാനിച്ച് മാറുന്നതല്ല. ഇത് ദിനം പ്രതി കത്തിക്കൊണ്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ
ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത് യാഗമായി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാ. ഇതെന്ന് കത്തി അവസാനിക്കും അന്ന് നിന്റെ യാഗം, അന്ന് നിന്റെ ആരാധന നിൽക്കും. ആമേൻ. ഇത് കത്തി അവസാനിക്കുന്ന ഒരു ദിനമുണ്ടെന്നേ ആരാധനക്കാരനെ, ഇത് കത്തി അവസാനിക്കുന്ന ഒരു ദിനമുണ്ട്. അന്ന് നിന്റെ ആരാധന നിൽക്കും. അന്ന് വരെ ദൈവസന്നിധി നമ്മൾ ആരാധന കൊടുക്കേണ്ടവരാണ്. മനസ്സിലായോ? ആമേൻ. ഒത്തിരി ഒച്ചപ്പാടുകളും ഒത്തിരി ബഹളങ്ങളൊന്നും ഇല്ലെങ്കിലും ആമേൻ കാര്യങ്ങൾ മനസ്സിലായോ? കുറെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇത് രാത്രി കാലം ആമേൻ സഭയെ എങ്ങനെ പരിപാലിക്കുന്ന ആരൊക്കെയാണ് സഭയെ പരിപാലിക്കുന്നത്? ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ കഴിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ. സഭായോഗം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം എങ്ങനെയാണ്? ഈ കാര്യങ്ങളെ കുറിച്ച് അല്പം മാത്രം നമുക്ക് അതിന്റെ പൊരുളുകൾ തിരിഞ്ഞു കിട്ടുവാനിടയായി തോന്നുന്നു. ഇന്ന് രാത്രി കാലം സ്വർഗത്തിലെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ. ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം ഹൃദയംഗമായി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്ന പോലെ ഞാൻ ദിനം പ്രതി മാനസാന്തരപ്പെടുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നോട്ടം, ചിന്ത, ഉറക്കുവാങ്ങൽ, സംസാര, പ്രവൃത്തിയെല്ലാം എത്രയോ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ, ആലോചനകൾ, പ്രവൃത്തികൾ വന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ നമുക്ക് വിചിന്തനം ചെയ്ത് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് ഹല്ലേലൂയ, ഞാൻ ഏത് ഭാഗത്ത് വീണുപോയി? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിഷ്യന്മാർ പറയുന്നു, നമ്മളിവിടെ ഇരിക്കുന്ന നല്ലത് 3 കുടലുണ്ടാക്കാം. ഹല്ലേലൂയ. അവർ കുടലുണ്ടാക്കുവാനായി മരം വെട്ടുവാൻ പോകുമ്പോൾ കോടാലി അവരുടെ കയ്യിൽ നിന്ന് വീണു പോകുകയായി. ഹല്ലേലൂയ. അത് വീണ ഭാഗം കാണിച്ചു കൊടുക്കുവാൻ ദൈവദാസനോട് പറയുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ ഇന്ന് രാത്രി നമ്മൾ കർത്താവിന് കാണിച്ചു കൊടുക്കാം. ഞാൻ ഇന്ന ഭാഗത്ത് വീണുപോയി, ഇന്ന ഭാഗത്ത് ഞാൻ തകർന്നു പോയി, എന്നെ ഇന്ന് രൂപാന്തരപ്പെടുത്തണമേ, രക്തത്താൽ കഴുകണമേ. നമുക്ക് ആത്മാർത്ഥമായ ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ഞാനിവിടെ വിട്ട് കടന്നു പോകുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ ജീവിതത്തിലുടമയായി കടന്നു പോകുവാൻ നിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളും ദൈവത്തിൽ പകർന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ച തലകളെ വണക്കി നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, പുണ്യത്തിലുമേനെ കർത്താവേ, ഈ രാത്രിയാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പ പല ഭവനങ്ങളും പടകളുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ അല്പസമയത്തിനെ മഹത്വപ്പെടുത്തുവാൻ, നിന്റെ വചനങ്ങളെ ചിന്തിക്കുവാൻ, ഹല്ലേലൂയ നിന്റേതായിരിക്കുന്ന ഹല്ലേലൂയ കൃപകളുടെ മുന്നിൽ, ഹല്ലേലൂയ ആത്മാവിന്റെ മുന്നിൽ കർത്താവേ ഞങ്ങൾക്ക് വിനയത്തോടെ, ഹല്ലേലൂയ ഒരു മനസ്സോടെ, ഐക്യതയോടെ ഹല്ലേലൂയ ആയിരിക്കാൻ കൃപ ചെയ്തതിനായി നദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടിവരവിന്റെ കാരണം ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിൽ ചൊരിഞ്ഞ ഹല്ലേലൂയ രക്തത്തിന്റെ ഫലമാണ് ഞങ്ങൾ ഓർക്കുകയാണപ്പാ. ഞങ്ങളെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നിന്റെ ചിറകളിലേക്ക് കൂട്ടിവെക്കുന്നതിനായി നദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. ഇത് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകണമേ. രോഗികളായി ഹല്ലേലൂയ ശാരീരിക അസ്വസ്ഥതകളാൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളായി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ വിധമായ ചിന്താഭാരത്താലായിരിക്കുന്നവരെ ഇന്ന് രാത്രി നീ ആശ്വാസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രി ഹല്ലേലൂയ വചനത്തിലൂടെ സംസാരിച്ച ഭക്തന്മാരെ കരങ്ങളേൽപ്പിക്കുകയാണ് കർത്താവേ. പറ്റിയതും വലിച്ചുമായ ഹല്ലേലൂയ വചനത്തെ സംസാരിക്കാൻ ക്രമം കൊടുത്തല്ലോ. ഹല്ലേലൂയ. സ്തോത്ര പടകളിൽ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ കാണാത്ത രൂപത്തിൽ കടന്നു വരുന്ന അന്ധകാര ശക്തിയായിരിക്കുന്ന, കാറ്റിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഹല്ലേലൂയ, ഹല്ലേലൂയ പറയുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിലേക്ക് വിചാരമില്ലേ കർത്താവേ. ഹല്ലേലൂയ. യേശുവിനെ ഉണർത്തുവാനിടയായതുപോലെ ഹല്ലേലൂയ ദേശത്തിൽ യേശുവിനെ ഉണർത്തുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ഞങ്ങൾക്ക് നൽകിയ സമയത്തിനായി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തിനായി അയൽവാസികൾക്കായി സ്തുതിക്കുന്ന കർത്താവേ.
ആ ദിവസത്തോടെ മനസ്സിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കണമേ. ഹല്ലേലൂയ. നൽകിയ എല്ലാ നമ്മൾക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സംസർഗം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ മേലും നമ്മുടെ പ്രാർത്ഥന വിഷയത്തിന്മേലും നമ്മുടെ കുടുംബങ്ങളുടെ തലമുറയുടെ മേലും കർത്താവിന് രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മൂലം ചെയ്തിരുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ സഹായിപ്പാനായി വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന സാമ്പത്തിക ശേഷിയൊക്കെ ഇല്ലാത്തവരുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, രോഗികളാൽ ഭാരപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ സ്നേഹിക്കുകയും നമ്മളോട് ആത്മാർത്ഥത കാണിക്കുകയും ചെയ്യുന്ന അനേക കുടുംബങ്ങളുണ്ട്. അവർ നമുക്ക് വേണ്ടി ആഹാര സാധനങ്ങളൊക്കെ നമുക്ക് ഓഫർ ചെയ്ത് തരുന്നുണ്ട്. ഇന്ന് രാത്രി കാലം അങ്ങനെ നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് ഈ ആരാധനയെ സ്നേഹിച്ച് അങ്ങനെ ഒരു കിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ കുടുംബത്തെ പ്രത്യേകമായി നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അത് അങ്ങനെ തന്നാൽ അത് വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ തരുന്നത്. അത് തരുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും ആ കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മളത് അങ്ങനെ തന്നെ ചെയ്യും. ഇന്ന് രാത്രികാലം നമുക്ക് ഇവിടെ സ്നാക്സും ചായയൊക്കെ ഒരുക്കുന്നത് നമ്മുടെ പത്രോശാനാണ്. കുടുംബത്തെ ഓർത്ത് തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് വലിയ ദാനമായ കർത്താവ് വലിയ അനുഗ്രഹമായ നിലവാരത്തിൽ കർത്താവ് ആ കുടുംബത്തെ മാനിക്കട്ടെ, തന്റെ തലമുറകളെ മാനിക്കട്ടെ, തന്റെ കൈയെ നിറച്ചു കൊടുക്കട്ടെ. ഇന്ന് രാത്രികാലം ആ കുടുംബത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രികാലം ആ കിറ്റ് നമുക്ക് ഇവിടെ കൈമാറാം. ആ കറ്റ് കൈമാറുവാൻ ഹല്ലേലൂയ ജോസ് മോനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ദൈവദാസന കിറ്റ് ജോസ് മോനെ കൈമാറും. രണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് ഇങ്ങനെ സഹായം ചെയ്യുന്നവരെ ഓണായി കിടക്കും മൊബൈല് ഓണായി കിടക്കും മൊബൈല് ഓണായി കിടക്കാം.